സുൽത്താൻ ബാറ്ററി അല്ല സർ, അത് ഗണപതി വട്ടമാണ്. ആർക്കാ അറിയാത്തത്? സുൽത്താൻ വന്നിട്ട് എത്ര കാലമായി? അതിന് മുമ്പ് ആ സ്ഥലം ഉണ്ടായിരുന്നില്ലേ? അതിന് പേരുണ്ടായിരുന്നില്ലേ? അത് ഗണപതി വട്ടമാണ്. അത് ആർക്കാ അറിയാത്തത്? ഞാനത് ആവർത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ടിപ്പു സുൽത്താൻ്റെ അധിനിവേശം കഴിഞ്ഞിട്ട് എത്ര കാലമായി? അതിന് മുമ്പ് ഈ നാട്ടിൽ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ലേ? സ്ഥലനാമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ? എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയും. ടിപ്പു സുൽത്താൻ വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ലേ? ഗണപതി വട്ടം ക്ഷേത്രം ഉണ്ടായിരുന്നില്ലേ? എന്താണ് നിങ്ങൾ ഇത്ര മഹാ അത്ഭുതമായിട്ട്? ഇത് ഞാൻ പറഞ്ഞതാണോ? 1984 പ്രമോദ് മഹാജൻജി പറഞ്ഞതാണ്. ഗണപതി വട്ടമാണ്. പക്ഷേ നമ്മളെ അധിനിവേശ ശക്തികൾ കോൺഗ്രസും LDFും അതിനെ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നതിനോടാണ്. എന്തിനാണ് ഒരു 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 അക്രമിയായിട്ടുള്ള ഒരാളുടെ ഇവിടെ എത്രയോ മതപരിവർത്തനം, ക്ഷേത്രധ്വംസനങ്ങൾ, പടയോട്ടങ്ങൾ നടത്തിയ ഒരാളുടെ പേരിൽ എത്രയും നല്ലൊരു സ്ഥലം അറിയപ്പെടുന്നതെന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് വല്ല വിഷമമുണ്ടോ? ഞങ്ങളതിനെ ഗണപതി വട്ടം എന്നാണ് വിളിക്കുന്നത്. ഒരാഗ്രഹം ഇങ്ങനെ ഇന്ത്യയിലെ പുരാണ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള പേര് നൽകാനും ചരിത്രപരമായ പേരുകൾ ഒഴിവാക്കാനുമുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഫാസിസത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. ഫാസിസം വരുമ്പോൾ ചിലപ്പോൾ വരും. ജയിച്ചാൽ നടക്കൂല, ഫാസിസം വരണം. അല്ലാണ്ട് വെറുതെ ജയിച്ചു എന്നുള്ളതൊന്നും നടക്കാൻ പോകുന്നില്ല. നടക്കാത്ത കാര്യം ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇതൊന്നും വില പോകില്ല. ഒരു ഗണപതി വട്ടമൊന്നും വില പോകില്ല. കേരളല്ലേ, ഇത് കേരളാണല്ലോ. അല്ല, ഇവിടെ അത് നിങ്ങൾക്ക് തന്നെ അറിയണ്ടോ, സാധ്യതയില്ല. ജയിക്കാനും സാധ്യതയില്ല, മാറ്റാനും സാധ്യതയില്ല. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിക്കുന്നതിനിടെ BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നത് ആയുധമാക്കി LDFും UDFും. വർഗീയ അജണ്ടയുടെ ഭാഗമാണ് സുരേന്ദ്രന്റെ പേരുമാറ്റ അജണ്ടയെന്ന് മറുപടി. രാജ്യത്ത് വൈദേശിക അധിനിവേശത്തിന്റെ ബാക്കി പത്രമായി നിലനിന്നിരുന്ന പല പേരുകളും മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മാറ്റിയിരുന്നു. ഒട്ടേറെ പേരുകൾ മാറ്റുന്നതിന് ശുപാർശ നിലനിൽക്കുന്നു. ഇതിനിടെയാണ് കേരളത്തിൽ ടിപ്പു സുൽത്താന്റെ അധിനിവേശവുമായി ബന്ധപ്പെട്ട് കിട്ടിയ സുൽത്താൻ ബാറ്ററി എന്ന സുൽത്താൻ ബത്തേരി എന്ന പേര് പഴയ പേരായ ഗണപതി വട്ടമാക്കി മാറ്റണമെന്ന ആവശ്യം BJP ഉയർത്തുന്നത്. രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മറുപടി നൽകേണ്ടി വരുമെന്ന് മുന്നിൽ കണ്ടുള്ള BJPയുടെ അടുത്ത ആയുധമോ സുൽത്താൻ ബത്തേരിയെ ഗണപതി വട്ടമാക്കുമെന്ന വാഗ്ദാനം? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പ്രൈം ഡിബേറ്റിൽ രാഷ്ട്രീയ നിരീക്ഷകരായ ശ്രീ ശ്രീജിത്ത് പണിക്കർ, ശ്രീ CR നീലകണ്ഠൻ, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ, CPM സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ CR നീലകണ്ഠൻ, ആദ്യം കേട്ടപ്പോൾ എന്താണ് ഈ K. സുരേന്ദ്രൻ പറയുന്നത് എന്ന് ഓർത്തുപോയി. പക്ഷേ ഇത് അജണ്ട കൃത്യമാണല്ലോ. ഈ സ്ഥലനാമങ്ങളുടെ നാമകരണം അത് മോദി സർക്കാർ വന്ന ശേഷം പലതവണ കണ്ടതാണ്. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലും ഡൽഹിയിലും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു അജണ്ട ഇടുവാൻ BJPക്ക് എന്ത് ലക്ഷ്യമാണ് മുന്നിലുള്ളത് എന്ന ചോദ്യമാണല്ലോ രണ്ടാമതായി ഉയരുന്നത്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? സാധ്യതയിൽ എത്ര സുരേന്ദ്രൻ പക്ഷക്കാരൻ സുരേന്ദ്രൻ പോലും പറയില്ല അവിടുന്ന് MP ആവുമെന്ന്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം ഒരു വിഷയം അങ്ങ് ഉന്നയിക്കുകയാണ്. ഒരു വിഷയം അങ്ങ് ഉന്നയിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിന്റെ സാമൂഹ്യ രാഷ്ട്രീയ യുക്തിയാണ്. BJP സംബന്ധിച്ചിടത്തോളം ഒരു യുക്തിയും അവരെ ബാധിക്കാറില്ല. സ്ഥലപ്പേര് ഉയർത്തുന്നതാണെങ്കിലും പള്ളി പൊളിക്കുന്നതാണെങ്കിലും വഴി വിടുന്നതാണെങ്കിലും നിരവധി കാര്യങ്ങൾ, ഞാനിപ്പോൾ ഒന്നായിട്ട് പറയുന്നില്ല. ബീഫ് തിന്നുന്ന കാര്യത്തിലാണെങ്കിലും കേരളത്തിൽ തിന്നാം, തമിഴ്നാട്ടിൽ തിന്നൂടാ, അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ തിന്നൂടാ, ഇതിനൊന്നും ലോജിക്കൊന്നുമില്ല. പക്ഷെ ഇതിന്റെ പിന്നിൽ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട്. ഒന്നല്ല, രണ്ട് ചതിയുണ്ട്. ഒന്നാമത്തെ കാര്യം, കേരളത്തിൽ ഇത് ഏശാനൊന്നും പോകുന്നില്ല. കേരളത്തിൽ ഇത് ഗണപതി വട്ടമോ മറ്റേ കോവിൽ വട്ടമോ ഒക്കെ ആക്കിയാലും നമ്മുടെ നാട്ടിൽ ടിപ്പു സുൽത്താന്റെ പേര് കേരളത്തിലെ ചരിത്രത്തിൽ നിന്ന് മാച്ചു കളയുക അത്ര എളുപ്പമല്ല. ഇവർക്ക് വിദേശിയായിരിക്കും ടിപ്പു സുൽത്താൻ, ഇംഗ്ലീഷുകാരായിരിക്കും ഇവരുടെ ബന്ധുക്കൾ, നമുക്കറിയില്ല. പക്ഷേ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം, കേരളീയരെ സംബന്ധിച്ചിടത്തോളം ടിപ്പു സുൽത്താൻ ഇന്ത്യയിലെ ഒരു സ്വാതന്ത്ര്യ സമര പോരാളി കൂടിയാണ് ബ്രിട്ടീഷുകാർക്കെതിരായി. അതുകൊണ്ട് ടിപ്പു സുൽത്താന്റെ പേര് മാച്ചു കളയാനുള്ള ശ്രമം എന്ന് പറയുന്നത് അതിനെ സ്വാതന്ത്ര്യ സമരത്തെ നിഷേധിക്കുന്ന ഇവരുടെ സ്ഥിരം നയമായിട്ട് നമ്മൾ കാണുന്നുള്ളൂ, അതിന്റെ രാഷ്ട്രീയം. പക്ഷേ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഇതൊരു ഇഫക്റ്റ് ഉണ്ടാക്കില്ല എന്ന് മാത്രമല്ല, അല്ലെങ്കിലും BJPക്ക്
വലിയ സ്കോപ്പൊന്നും ഇവിടെ ഇല്ല. ഇത് കാണിച്ച് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ മുസ്ലിം ലീഗിന്റെ കൊടി കാണിച്ച്, വയനാട്ടിലെ കൊടി കാണിച്ച് വടക്കേ ഇന്ത്യയിൽ വോട്ട് പിടിക്കാൻ ശ്രമിച്ച ആ എന്താ പറയാ ദൂഷിച്ച നയമുണ്ടല്ലോ, അവിടെ അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഗണപതി വട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ പല നഗരങ്ങൾക്കും പല പട്ടണങ്ങൾക്കും പല പ്രദേശങ്ങൾക്കും പല പേരുകളുമുണ്ട്. ആളുകൾ വന്നിട്ടാണ് ആ പേര് മാറ്റിയത്. അത് പല കാലത്ത് പല കാരണങ്ങൾ കൊണ്ടാണ്. ചരിത്രപരമായ കാരണമുണ്ടാവാം, പ്രാദേശികമായ കാരണമുണ്ടാവാം, പല കാരണങ്ങളുണ്ടാവാം. അങ്ങനെ പേര് മാറ്റിയതും ഓരോ പേരിന് സ്ഥലനാമ ചരിത്രങ്ങളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ ഇത് ഉന്നയിക്കാൻ കാരണം, ഒന്ന്, കേരളത്തിൽ BJP ഒരു കാലത്ത് രക്ഷപ്പെടില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. വടക്കേ ഇന്ത്യയിൽ പോലും BJP ഇപ്പോൾ പുറകോട്ടടിക്കപ്പെടുന്നു എന്നാണ് എന്തൊക്കെ ഗോദി മീഡിയക്കാർ പറഞ്ഞാലും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 400-ൽ തുടങ്ങി 270 എത്തുമോ എന്ന് സംശയത്തിൽ നിൽക്കുന്ന അവസ്ഥയിൽ, അവർ തന്നെ സംശയിക്കുന്ന അവസ്ഥയിൽ ഇത്തരം ചില പൊടിക്കൈകൾ ആവശ്യമുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ മുസ്ലിം ലീഗിന്റെ കൊടിയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അത്തരം വാദങ്ങൾ ഉന്നയിക്കുക, ഇത്തരം കാര്യങ്ങൾ. പിന്നെ ഇതിനെ നമ്മൾ വെറും ഭ്രാന്തായിട്ട് മാത്രം കാണണ്ട. BJPയുടെ ഒരു രീതിയാണ്. BJP എന്നല്ല, എല്ലാ താങ്കൾ പറഞ്ഞു വരുന്നത് അപ്പോൾ ഈ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ഇടം എന്ന് പറയുന്നത്, രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ഇടം എന്ന് പറയുന്നത് ടിപ്പുവിന്റെ നാടാണ്, അല്ലെങ്കിൽ ടിപ്പുവിനെ ആരാധിക്കുന്നവരുടെ നാടാണ്. ഇക്കാര്യം വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉന്നയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആലോചിച്ചുറപ്പിച്ച ഒരു അജണ്ടയാണ് കെ സുരേന്ദ്രന്റേത് എന്നാണോ? അല്ല, അതൊക്കെ അവർ ഉപയോഗിച്ചേക്കാം. അത് എത്രത്തോളം ഏൽക്കുന്നു എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ പറഞ്ഞാൽ മൈസൂർ എങ്ങനെയാ അത് എടുക്കുക എന്ന് എനിക്കറിയില്ല. കർണാടകയിൽ ഇത് എങ്ങനെയാണ് BJPയെ ബാധിക്കുക എന്ന് എനിക്കറിയില്ല. വടക്കേ ഇന്ത്യയിൽ ഇപ്പോൾ ടിപ്പു സുൽത്താനെ അത്ര പേരൊന്നും അറിയില്ല. ടിപ്പു സുൽത്താനെ കൂടുതൽ അറിയുന്ന ആളുകൾ തെക്കേ ഇന്ത്യയിലാണ്, കർണാടകയിലാണ്, തമിഴ്നാട്ടിലാണ്, കേരളത്തിലാണ്. കർണാടകയിലെ ജനങ്ങൾ ടിപ്പുവിന്റെ പേരിന് എതിരായിട്ടൊന്നും അങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു അജണ്ട ഇട്ട് നോക്കുകയാണ്. എല്ലാം പോയി കഴിഞ്ഞാൽ ഒരു പിടിവള്ളി വേണ്ടേ? അത്തരമൊരു പിടിവള്ളി എന്നർത്ഥത്തിലാണ് ഇതിനെ കാണുന്നതെന്നാണ് ഞാൻ കാണുന്നത്. അല്ലാതെ പിന്നെ സുരേന്ദ്രൻ ഇപ്പൊ ഇവിടുത്തെ അനിൽ ആന്റണിയുടെ കൈക്കൂലി അടക്കമുള്ള നിരവധി പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട്. പഴയ കുഴൽപ്പണത്തിന്റെ കേസുണ്ട്. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവിടെ നിൽക്കുകയാണ്. ഇതൊക്കെ നിൽക്കുമ്പോഴും അതൊന്നും ചോദ്യം വരാതിരിക്കണമെങ്കിൽ നമുക്ക് ഗണപതി വട്ടമോ അല്ലെങ്കിൽ മറ്റേ വേറെ ഏതെങ്കിലും വട്ടമോ ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. ഇന്ത്യയിൽ തന്നെ എത്രയോ സ്ഥലങ്ങളുടെ പേരുകൾ ഇപ്പോഴും ഇവർക്ക് ഇഷ്ടമില്ലാത്ത പേരുകളുണ്ട്. പക്ഷെ അത് നിവൃത്തിയില്ല. കാരണം അതിന് ചരിത്രപരമായൊരു പശ്ചാത്തലമുണ്ട്. ഇപ്പൊ താജ്മഹൽ നാളെ മാറ്റിയിട്ട് അത് എന്തെങ്കിലും ലക്ഷ്മി മഹൽ എന്തെങ്കിലും ആക്കണോ, അല്ലെങ്കിൽ ഫത്തേപൂർ സിക്രി എന്ന് പറയുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്ന സ്ഥലങ്ങളിൽ അതിന് നമ്മൾ അക്ബറിന്റെ അല്ല, അത് നമുക്ക് രാജ്മഹൽ എന്നോ വേറെ എന്തെങ്കിലും ആക്കണമെന്നോ? അല്ല, മാറ്റിയ ഒരുപാട് പേരുകളുണ്ടല്ലോ, മാറ്റിയ പേരുകളുണ്ട്. നിലവിൽ അത് ഈ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന പേരുകളുമുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഉത്തർപ്രദേശിലെ തന്നെ അലഹബാദ് മോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷമാണ് പ്രയാഗ്രാജ് എന്ന് പേര് മാറ്റിയത്. ഫൈസാബാദിന്റെ പേര് അയോധ്യ എന്നാക്കി. പിന്നെ ഈ ഡൽഹിയിലെ ഫിറോസ് ഷാ സ്റ്റേഡിയത്തിന്റെ പേര് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം എന്നാക്കി മാറ്റി. അങ്ങനെ UPയിൽ ഈ മുഗൾ സരായ് ജംഗ്ഷൻ അത് ദീൻദയാൽ ഉപാധ്യായ ജംഗ്ഷനാക്കി. അങ്ങനെ കുറെ ഉദാഹരണങ്ങളുണ്ടല്ലോ. ഇപ്പോൾ തന്നെ അതിൽ തന്നെ ഇപ്പോൾ പ്രപ്പോസൽ വന്നിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, ഇതുവരെ തീരുമാനം എടുക്കാത്തത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൈദരാബാദിന്റെയാണ്, ഭാഗ്യനഗർ എന്നാക്കി മാറ്റുക. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ഉള്ളതാണ്. അപ്പോൾ ഇത് മോദി സർക്കാർ വന്നതിന് ശേഷം ഇത് പുതിയ കാര്യമല്ല. അല്ലല്ല, ഞാൻ പറഞ്ഞ അത് തന്നെയാണ്. ജീവിച്ചിരിക്കുന്ന നരേന്ദ്രമോദിയുടെ പേരിൽ സ്റ്റേഡിയമുള്ള രാജ്യമായത്. അതുകൊണ്ട് എന്ത് സംഭവിക്കാം, എനിക്കതിനെപ്പറ്റി അറിയില്ല. ഞാൻ പറയുന്ന പ്രശ്നം അതല്ല. ഈ അജണ്ട, യഥാർത്ഥ അജണ്ടകൾ ജനങ്ങളുടെ ജീവിതത്തെ, ഹൈദരാബാദിന്റെ പേര് ഭാഗ്യനഗർ എന്നാക്കിയാൽ ഹൈദരാബാദിൽ ജീവിക്കുന്നവനോ അവിടെ പോകുന്നവനോ വല്ല വ്യത്യാസമുണ്ടോ? ഒന്നുമില്ലല്ലോ. കുറെ കാലത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാവും, കുറെ കാലത്തേക്ക് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ മറന്നുപോകും. ഇപ്പൊ ബോംബെ ആക്കി, അത് പോയി ദില്ലിയാക്കി, ഡൽഹി ദില്ലിയാക്കി, കൽക്കത്ത കൊൽക്കത്തയാക്കി, മദ്രാസ് ചെന്നൈയാക്കി, ട്രിവാൻഡ്രം തിരുവനന്തപുരമാക്കി, തൃശൂർ തൃശ്ശൂരാക്കി. ഇതൊന്നും ഞാൻ പറയുന്നത്, ഞാനതിലൊന്നും കാണുന്നില്ല. ഇതൊരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ അജണ്ടയാക്കുന്നതിലെ തട്ടിപ്പാണ് ഞാൻ പറഞ്ഞത്. കാരണം ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ എന്തെല്ലാമുണ്ട്. ഇപ്പൊ കോഴിക്കോടിന്റെ പേര് കോഴിക്കോടെന്നോ അല്ലെങ്കിൽ നാളെ വേറെ എന്തെങ്കിലും കാലിക്കറ്റെന്നോ വേറെ എന്തായാലും കോഴിക്കോട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട്. വയനാട്ടുകാരുടെ ജീവിതത്തെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളല്ല ചർച്ച ചെയ്യുന്നത്. ആ വിഷയങ്ങളിൽ നിന്ന് ചർച്ച മാറ്റുകയും വർഗീയ അജണ്ടയിലേക്ക് ചർച്ചയെ കൊണ്ടുപോവുകയും ചെയ്യുക എന്ന ദുഷ്ടലാക്കാണ് ഇതിലുള്ളത്. ശരി, ശ്രീ പണിക്കർ, ദുഷ്ടലാക്കോട് കൂടി വർഗീയ അജണ്ട വെച്ചാണ് കെ സുരേന്ദ്രൻ ഈ സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കണം എന്ന ആ ഒരു പ്രസ്താവന നടത്തിയതെന്നാണ് ശ്രീ സിയാറിന്റെ നിഗമനം. താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ശ്രീ മഞ്ജുഷ്, ഇതിൽ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഒന്ന്, ഈ സ്ഥലനാമങ്ങളെ പുനർനാമകരണം ചെയ്യുക എന്ന് പറയുന്നത്
ഇന്ത്യയിലോ കേരളത്തിലോ തന്നെ അപൂർവമായിട്ട് മാത്രം നമ്മൾ കാണുന്ന ഒരു കാര്യമല്ല. നിരവധി സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റിയിട്ടുണ്ട്. അതൊരു പക്ഷേ ബ്രിട്ടീഷുകാരിട്ടിരുന്ന പല പേരുകളും നമ്മൾ മാറ്റിയിട്ടുണ്ട്. മുഗളന്മാരുടെ പേരിൽ അറിയപ്പെട്ടിരുന്ന പല സ്ഥലങ്ങളും നമ്മൾ മാറിയിട്ടുണ്ട്. അത് പലപ്പോഴും നടന്നിട്ടുണ്ട്. പല നടപടികളും രാഷ്ട്രീയ പ്രേരിതമായിട്ട് തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ഒരുപക്ഷെ ഇതിനെ എതിർക്കും എന്നാണ് ഞാൻ കരുതുന്നത്, ഇപ്പോൾ കെ സുരേന്ദ്രൻ പറയുന്ന ഒരു പ്രസ്താവനയെ. പക്ഷേ അവരുടെ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയുടെ നേതാവായിട്ടുള്ള ഉദ്ധവ് താക്കറെ തന്നെയാണ് ഔറംഗാബാദിനെ മാറ്റിയിട്ട് ഛത്രപതി സംഭാജി നഗർ എന്ന പേരിലേക്ക് പേര് മാറ്റുന്നത്. മാറ്റുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ നിലപാട് എന്തായിരുന്നു എന്ന് എനിക്കറിയില്ല. ഒസ്മാനാബാദ് എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നതിനെ ധാരാഷിവ് എന്ന രീതിയിലത്തേക്ക് മാറ്റിയിരുന്നു. ആ സമയത്ത് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ പലപ്പോഴും മതപരമായിട്ടുള്ള പല കാരണങ്ങളാൽ തന്നെ അങ്ങനെ സ്ഥലപ്പേരുകൾ മാറ്റിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ട്, താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഇപ്പോൾ അലഹബാദിനെ പ്രയാഗ്രാജ് എന്നാക്കുന്ന, ഫൈസാബാദിനെ അല്ലെങ്കിൽ അയോധ്യ എന്ന രീതിയിലത്തേക്ക് നാമകരണം ചെയ്യുന്ന വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ കർണാടകയും മഹാരാഷ്ട്രയും തമ്മിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം ബൽഗാമിൻ്റെ പേര് മാറ്റിയിട്ട് ബലഗാവി എന്നാക്കുന്ന സമയത്തായിരുന്നു. കാരണം ഈ ബൽഗാം കർണാടകയുടേതാണ് എന്ന് കർണാടകയും അതേപോലെ തന്നെ മഹാരാഷ്ട്രയുടേതാണ് എന്ന് മഹാരാഷ്ട്രയും പറഞ്ഞിരിക്കുന്ന ഒരു സമയത്താണ് അതിനെ പൂർണ്ണമായിട്ടും ഒരു കന്നഡ നാമം അതിന് നൽകുന്നതും പിന്നീട് അതിന് അപ്രൂവലൊക്കെ കിട്ടുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളാലാണെങ്കിലും മതപരമായിട്ടുള്ള കാരണങ്ങളാലാണെങ്കിലും ഒക്കെ തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ നമ്മുടെ നാട്ടിൽ ഈ പേരുകളൊക്കെ തന്നെ മാറ്റിയിട്ടുണ്ട്. അത് പണ്ട് കാലം മുതൽ തന്നെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അല്ലാതെ ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഏതെങ്കിലും ഒരു BJP ഗവൺമെൻറ് വന്നതിന് ശേഷം മാത്രമൊന്നുമല്ല. 18-ാം നൂറ്റാണ്ടിൽ തന്നെ പല സ്ഥലങ്ങളുടെ പേരുകൾ ഇതുപോലെ തന്നെ മാറ്റിയിട്ടുണ്ട്. നാഷിക്കിനെ ഈ ഗുൽഷനാബാദ് എന്ന പേരിൽ നിന്ന് നാഷിക് എന്ന പേരിലേക്ക് മാറുന്നതൊക്കെ തന്നെ നമ്മുടെ ഒരു ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം അല്ലെങ്കിൽ രാമായണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചരിത്രത്തിൻ്റെയൊക്കെ പേരിലാണ്. അപ്പോൾ പേര് മാറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു പോളിസി ഡിസിഷനാണ്, നമുക്ക് അങ്ങനെ പറയാം. അതായത് അതിൽ കൂടുതലും വരുന്നത് ഇപ്പോൾ മോദി സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷം ഈ മുഗൾ സംസ്കാരവുമായും ഇസ്ലാമിക സംസ്കാരവുമായും ഇഴചേർന്നു നിൽക്കുന്ന പേരുകളാണ് മാറ്റിയിട്ടുള്ളത്. അതാണല്ലോ പ്രധാനമായിട്ടും വിമർശനം വരുന്നത്. അതിനെ പലയിടങ്ങളിലും എതിർപ്പ് വരുന്നു. ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് പ്രപ്പോസ് ചെയ്തു പോയതിൽ പലതും മാറ്റിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ അത് ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ആ ശുപാർശ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ തെലങ്കാനയിൽ നിന്നുള്ള ഈ ഹൈദരാബാദ് എന്നുള്ള പേരുമാറ്റം അതിന് പക്ഷേ ഇതുവരെ അംഗീകാരം കിട്ടിയിട്ടില്ല. അങ്ങനെ കുറേയേറെ പേരിലുണ്ട് ഇപ്പോഴും അംഗീകാരം കാത്തു കിടക്കുന്നത്. പക്ഷേ അതിൽ ഒട്ടുമിക്കവയും ഇത് തന്നെയാണ്, ഈ മുഗൾ സംസ്കാരവുമായും ഇസ്ലാമിക സംസ്കാരവുമായും ഇഴചേർന്ന് കിടക്കുന്നവയാണ്. ഇവിടെ ഇപ്പോൾ സുൽത്താൻ ബത്തേരിയുടെ കാര്യം വരുമ്പോഴും അങ്ങനെയാണല്ലോ. സുരേന്ദ്രൻ പറയുന്നു സുൽത്താൻ ബാറ്ററി എന്നായിരുന്നു പേരെന്ന്. അത് ശരിയുമാണ്, സുൽത്താൻ ബാറ്ററി എന്നായിരുന്നു. അത് പിന്നീട് സുൽത്താൻ ബത്തേരി എന്ന് മാറുകയായിരുന്നു. ഇപ്പോൾ സുൽത്താന്റെ ആയുധപുര എന്ന വാക്കിൽ നിന്ന് സുൽത്താൻ ബത്തേരി ആവുന്നു. അതിനു മുൻപ് ഗണപതി വട്ടമായിരുന്നു. അത് ശരി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ പേരുമാറ്റം എന്നുള്ള ആവശ്യം ടിപ്പു സുൽത്താനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ശേഷിപ്പുകൾ ഉണ്ടാകരുത്, അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള കാര്യത്തിലാണല്ലോ. അപ്പോൾ വടക്കേ ഇന്ത്യയിൽ പറയുന്ന അതേ കാര്യം തന്നെ അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഹൈദരാബാദ് എന്ന് പറയുന്ന പേര് അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഭാഗ്യനഗർ എന്ന രീതിയിലത്തേക്ക് മാറ്റുകയാണ് വേണ്ടത്. പക്ഷേ അത് ആ രീതിയിലത്തേക്ക് നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതേപോലെ എനിക്ക് തോന്നുന്നത് അഹമ്മദാബാദ് BJPക്ക് വലിയ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. കർണാവതി എന്ന രീതിയിലത്തേക്ക് പേര് മാറ്റണം എന്ന രീതിയിലുള്ള ഒരു വലിയ ഡിമാൻഡുണ്ട്. അതും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അത് ഹൈദരാബാദിന്റെ പേര് എൻ്റെ അറിവ് തെറ്റാണെങ്കിൽ താങ്കൾക്ക് തിരുത്താം. അത് സർക്കാരിൽ നിന്നുള്ള ശുപാർശ വന്നിട്ടില്ല. അവിടെ BJP നേതാക്കളുടെ ഒരു ശുപാർശ മാത്രമാണ്. അതുകൊണ്ടല്ലേ അത് മാറ്റാതിരുന്നത്? അത് മാറ്റാൻ പറ്റാതെ വന്നിരിക്കുന്നു ഇതുവരെ. അതെ, അല്ല അങ്ങനെ നമ്മൾ നോക്കിയാൽ അഹമ്മദാബാദ്, അതുകൊണ്ടാണ് ഞാൻ ഗുജറാത്ത് ഉദാഹരണമായിട്ട് പറഞ്ഞത്. ഗുജറാത്തിൽ ഭൂരിപക്ഷമുള്ളതും ഇവിടെ ഭരിക്കുന്നതും എത്രയോ നാളുകളായിട്ട് BJP ആണ്. പക്ഷേ അഹമ്മദാബാദ് എന്ന് പറയുന്ന പേരിനെ മാറ്റി കർണാവതി എന്ന രീതിയിലത്തേക്ക് മാറ്റുന്നതിനുള്ള പ്രപ്പോസൽ ഇതുവരെയും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു വിവാദം പറയുന്ന സമയത്ത് ഇവിടെ ശ്രീ കെ സുരേന്ദ്രന് ഇത് ഈ നാമകരണത്തിലുള്ള റോൾ എന്താണ് എന്നുള്ളത് ചിന്തിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഉദാഹരണങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞത് നമുക്ക് ഇങ്ങനെ ഒരു പേര് മാറ്റം അത് മതപരമായിട്ടുള്ള കാരണങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളായിക്കോട്ടെ എന്തുമായാലും പേര് മാറ്റുക എന്ന് പറയുന്നത് ഒരു പോളിസി ഡിസിഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് അധികാരമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ടെങ്കിൽ അങ്ങനെ പേര് മാറ്റാം. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം സുൽത്താൻ ബത്തേരി എന്ന പേരിനെ ഗണപതി വട്ടം എന്ന പേര് എന്നാക്കി മാറ്റുന്നതിന് കെ സുരേന്ദ്രന് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. കെ സുരേന്ദ്രൻ പറയുന്നത് പോലെ അദ്ദേഹം ജയിച്ച MP ആയിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇത് മാറുന്നു എന്ന് വെച്ചാൽ അങ്ങനെ അല്ല അതിൻ്റെ പ്രൊസീജിയർ. ഇതിന് വളരെ കൃത്യമായിട്ടൊരു സ്ഥലത്തിനെ പുനർനാമകരണം ചെയ്യുന്നതിനുള്ള ഒരു കൃത്യമായിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറുണ്ട്, ഒരു കീഴ്വഴക്കമുണ്ട്. അതനുസരിച്ച് ഇതിൻ്റെ റിക്വസ്റ്റ് ആദ്യം പോകേണ്ടത് സംസ്ഥാനത്തുള്ള നിയമസഭയിൽ നിന്നാണ്. അതായത് നിയമസഭാ MLA-മാരെല്ലാവരും കൂടി ഇത് ചർച്ച ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു പേരുമാറ്റം അനിവാര്യമാണ് എന്ന് പറഞ്ഞ് ഒരു പ്രമേയം പാസ്സാക്കണം.
അത് പാസ്സാക്കാനായിട്ട് ശ്രീ കെ സുരേന്ദ്രൻ്റെ പാർട്ടിക്ക് നിലവിൽ കേരളത്തിലെ സാഹചര്യത്തിൽ ഒരു MLA പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ കഴിയുകയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് നിർണായകമായിട്ടുള്ള ഭരണ സ്വാധീനമുള്ള ഒരു ഘട്ടത്തിൽ മാത്രമേ ഈ രീതിയിലുള്ള ഒരു പേരുമാറ്റം പ്രൊപ്പോസ് ചെയ്യാൻ കഴിയൂ. ഇതതിൻ്റെ ഒന്നാമത്തെ സ്റ്റേജാണ്. രണ്ടാമത്, ഇത് അസംബ്ലിയിലുള്ള ഒരു മെജോറിറ്റിയിൽ ഇത് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് കേന്ദ്രത്തിന് ഇത് സമർപ്പിക്കപ്പെടുകയാണ്. കേന്ദ്രത്തിന് സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ആഭ്യന്തര മന്ത്രാലയത്തിനാണ് സമർപ്പിക്കപ്പെടുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിന് ഈ രീതിയിലുള്ള ഒരു റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവരത് 3 ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് അയച്ചു കൊടുക്കും. അവിടെ നിന്ന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ ഈ ഒരു പോളിസി മാറ്ററായിട്ട് പോലും ഇതിനെ ആഭ്യന്തര വകുപ്പ് കൺസിഡർ ചെയ്യുകയുള്ളൂ. അതിലൊന്ന് തപാൽ വകുപ്പാണ്. അപ്പോൾ തപാൽ വകുപ്പിന് ഇത് അയച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു പേരുമാറ്റത്തിൻ്റെ പ്രപ്പോസൽ ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ എന്നുള്ളത് അവരോട് ചോദിക്കുന്നു. രണ്ടാമത് അയക്കുന്നത് സർവേ ഓഫ് ഇന്ത്യക്കാണ്. അപ്പോൾ സർവേ ഓഫ് ഇന്ത്യയോട് ചോദിക്കുന്നു ഇങ്ങനെ ഒരു പേരുമാറ്റമുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ. മൂന്നാമത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റെയിൽവേസ് ആണ്. റെയിൽവേ മന്ത്രാലയത്തിനും ഇത് അയച്ചു കൊടുക്കുന്നു. ഇത് കൊടുത്തതിന് ശേഷം ഈ 3 സ്ഥലത്ത് നിന്ന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം മാത്രമാണ് കേന്ദ്ര സർക്കാർ ഇതിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ പാസ്സാക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ശ്രീ കെ സുരേന്ദ്രനോ അദ്ദേഹത്തിൻ്റെ BJP കേരളത്തിലെ പാർട്ടിക്കോ സാധ്യമല്ലാത്ത ഒരു കാര്യത്തിനെ പറ്റിയാണ് ശ്രീ കെ സുരേന്ദ്രൻ പറയുന്നത് എന്ന് മാത്രം നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കിയാൽ പിന്നെ പ്രശ്നങ്ങളില്ല. അപ്പോൾ അത് അദ്ദേഹം ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന രീതിയിൽ ഒരുപക്ഷെ കേന്ദ്ര തലത്തിൽ തന്നെ പല BJP സർക്കാരുകളും ശ്രമിച്ചിട്ടുള്ളതുപോലെ പേര് മാറ്റിയിട്ടുള്ളതുപോലെ ഒരു സ്ഥലത്തിനെ പുനർനാമകരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ താല്പര്യപ്പെടുന്നു എന്ന രീതിയിലത്തേക്ക് അദ്ദേഹം ഒരു പ്രസ്താവന പറയുന്നു. അത് കേരളം മുഴുവൻ വലിയ ചർച്ചയാകുന്നു. നമ്മുടെ നാട്ടിലുള്ള മാധ്യമ സ്ഥാപനങ്ങളടക്കം അതൊരു ചർച്ചാ വിഷയമായിട്ട് എടുക്കുന്നു. എന്നതിനപ്പുറത്തേക്ക് നിലവിൽ ഈ ഗണപതി വട്ടം എന്ന പേരിലേക്ക് തിരിച്ചു പോകാനായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള സാധ്യതകളുമില്ല. കാരണം അത് നമ്മുടെ നിയമസഭയാണ് അതിൻ്റെ പ്രാരംഭമായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലവിൽ കേരളത്തിലെ BJPക്ക് ഇല്ലാത്തതുകൊണ്ട് ശ്രീ സുരേന്ദ്രൻ പറയുന്ന ഒരു കാര്യം നിലവിൽ നടപ്പാക്കാനുള്ള എന്തെങ്കിലും രീതിയിലുള്ള സാധ്യത ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതല്ലാതെ ആസ് എ പോളിസി മാറ്റർ വേണമെങ്കിൽ ഇത് സർക്കാരിന് തീരുമാനിക്കും. ഇപ്പോൾ നമുക്കറിയാമല്ലോ, കേരള എന്ന് പറയുന്ന പേര് കേരള എന്നല്ല കേരളം എന്ന് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലൊരു താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെ പ്രമേയം പോലും നമ്മൾ പാസ്സാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ളതിൻ്റെ അതിൻ്റെ ഒരു ഇനിഷ്യേറ്റ് ചെയ്യപ്പെടുന്നത് സംസ്ഥാന നിയമസഭയിൽ നിന്നാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ശ്രീ സുരേന്ദ്രൻ്റെ പ്രസ്താവനയ്ക്ക് വലിയ പ്രാധാന്യം ഒരുപക്ഷെ ഇന്നത്തെ രാഷ്ട്രീയ കേരളം നൽകാതിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് ഇത് പറയാം, അവകാശപ്പെടാം. പക്ഷേ അത് ലോക്സഭാ മണ്ഡലവും അല്ലെങ്കിൽ അതിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു റോൾ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അത് വേണമെങ്കിൽ ആദ്യം അദ്ദേഹത്തിൻ്റെ പാർട്ടി കേരള നിയമസഭയിൽ ഒരു നിർണായക സ്വാധീനമാക്കി വരികയും ഒരു പ്രമേയം പാസ്സാക്കാനുള്ള അംഗബലത്തിലേക്ക് എത്തിച്ചേരുകയുമാണ് ആദ്യം ചെയ്യേണ്ടത്. ശ്രീ മഞ്ജുഷ്, ശരിയാണ്. അതിൽ സാങ്കേതികമായ തടസ്സങ്ങൾ ഏറെയുണ്ട്. അതുകൊണ്ട് ഇത് സുരേന്ദ്രൻ പറഞ്ഞു എന്ന് വെച്ച് ഉടൻ തന്നെ സുൽത്താൻ ബത്തേരി എന്നുള്ള പേര് ഗണപതി വട്ടം എന്നൊന്നും ആകാൻ പോകുന്നില്ല. അത് താങ്കൾ പറഞ്ഞതിൽ നിന്ന് അത് കാര്യങ്ങൾ വ്യക്തവുമാണ്. ഇങ്ങനെ പ്രപ്പോസ് ചെയ്ത പല പേരുകളും ഇപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിൽ കിടക്കുകയുമാണ്. ഇപ്പോൾ അതിൽ കൂടുതലും BJP നേതാക്കൾ പ്രപ്പോസ് ചെയ്ത പേരുകളാണ്. അത് പക്ഷേ താങ്കൾ പറഞ്ഞ ആ ഒരു ആദ്യ കടമ്പ തന്നെ സംസ്ഥാന നിയമസഭയുടെ അംഗീകാരം ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിലൊരു കാര്യവുമില്ല, അതിങ്ങനെ എയറിലുണ്ട് എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യമുണ്ടല്ലോ ശ്രീ രാഹുൽ ഈശ്വർ, ഇത് തെരഞ്ഞെടുപ്പ് സമയമാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് അജണ്ട വെച്ചുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു കാര്യം സുരേന്ദ്രൻ പറഞ്ഞു എന്നത് വ്യക്തമാണല്ലോ. അല്ലാതെ സുരേന്ദ്രനും അറിയാം ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന്. പക്ഷേ അത് തെരഞ്ഞെടുപ്പ് സമയത്ത് കൃത്യമായിട്ട് പറയേണ്ട സമയത്ത് അദ്ദേഹം പറഞ്ഞു. അതല്ലേ ഉണ്ടായിരിക്കുന്നത്? ശ്രീ മഞ്ജുഷ്, ഞാൻ ഇസ്രായേലിൽ നിന്നാണ് സംസാരിക്കാറുണ്ട്. ചിലപ്പം ചെറിയ ഗ്യാപ്പ് വരും. എനിക്ക് 1 മിനിറ്റ് തരണം. എൻ്റെ സുഹൃത്തായ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ശ്രീ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ കാര്യങ്ങളോട് പൂർണ്ണമായിട്ടും ഒരു വരി പോലും ഒഴിയാതെ യോജിക്കുന്നു. അതോടൊപ്പം ആഡ് ചെയ്യുന്ന 2-3 കാര്യങ്ങളാണ് ഞാൻ മുമ്പോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പൊതുവെ നിഷ്പക്ഷനായ ഒരു സെൻട്രിസ്റ്റ് ആയ വ്യക്തിയാണ്. പക്ഷേ ഈ വിഷയത്തിൽ എനിക്ക് പൂർണ്ണമായിട്ടും ഒരു RSSകാരന്റെ കണ്ണിലൂടെ മാത്രമേ കാണാൻ കഴിയൂ. ഞാനൊരു RSSകാരനല്ല. പക്ഷേ RSSന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാന ഐഡിയോലോഗ്, ഇന്റലക്ച്വൽ, ജേർണലിസ്റ്റ് ആയിരുന്ന KR മൽക്കാനിയിലൂടെ കണ്ണിലൂടെ മാത്രമേ നമുക്ക് ടിപ്പു സുൽത്താനെ കാണാൻ കഴിയും. KR മൽക്കാനി ടിപ്പു സുൽത്താൻ ആരാണ് എന്ന് ആഴത്തിൽ പഠിച്ച് കൃത്യമായി ചരിത്ര വിവരങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ആ KR മൽക്കാനിയുടെ പുസ്തകത്തിൽ നിന്ന് 5-6 വരികൾ വായിക്കാം. ഓരോ മലയാളിയും കേട്ടിരിക്കേണ്ട വരികളാണ്. KR മൽക്കാനി ഇതിന് അദ്വാനി, നമ്മുടെ ഭാരതരത്ന നേടിയ സാക്ഷാൽ LK അദ്വാനിയാണ് ഫോർവേഡ് എഴുതിയിരിക്കുന്നത്. 2002 ഇന്ത്യ ഫസ്റ്റ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, 1, ബ്രിട്ടീഷുകാരോട് പോരാടി യുദ്ധക്കളത്തിൽ മരിച്ച ഒരേ ഒരു യുവരാജാവാണ് ടിപ്പു സുൽത്താൻ. ടിപ്പു മരിച്ചത് കാരണം 150 വർഷമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പുറകോട്ട് പോയിരിക്കുന്നത്. പറയുന്നത് ഒരു മുസ്ലിം അല്ല, ലെഫ്റ്റിസ്റ്റ് അല്ല, കമ്മ്യൂണിസ്റ്റുകാരനല്ല, ഏറ്റവും നല്ല സംഖ്യ അല്ലെങ്കിൽ RSSകാരനായ KR മൽക്കാൻ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, തിരുവിതാംകൂറിനെ ആക്രമിച്ചപ്പോൾ
ടിപ്പുവിന് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ഒരു സംശയവുമില്ല. കുറെ ഫോഴ്സ് കൺവേർഷൻ നടന്നിട്ടുണ്ട്, നമ്മുടെ കുറെ അമ്പലങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. എന്നിട്ട് KR മൽക്കാനി എന്ന് പറയുന്ന RSSന്റെ ഏറ്റവും വലിയ ചിന്തകൻ പറയുന്നത്, പക്ഷേ അശോകന് പോലും തെറ്റുകൾ പറ്റിയിട്ടില്ലേ, ചരിത്രത്തിൽ സിഖ് രാജാക്കന്മാർക്ക് തെറ്റ് പറ്റിയിട്ടില്ലേ, തെറ്റുകളെ വെച്ചല്ല നമ്മളൊരു രാജാവിനെ അളക്കുന്നത്, രാജാവ് സന്യാസിയല്ല, പകരം രാജാവ് ഒരു രാജാവാണ്. അതുകൊണ്ട് ടിപ്പുവിന് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷേ ടിപ്പുവിനെ പോലെ ബഹുസ്വരവാദിയായ മറ്റൊരു രാജാവിനെ കാണാൻ കഴിയില്ല. അദ്ദേഹം ഒരു പരിസ്ഥിതിവാദിയായിരുന്നു, ഫോറിൻ പോളിസി അടക്കമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നു. ടിപ്പുവാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഇന്ത്യയെ ഇന്ത്യയായി കാണുന്ന ഒരു വ്യക്തിത്വത്തിന്റെ, അല്ലെങ്കിൽ ഇന്ത്യ എന്ന രീതിയിലുള്ള ഒരു വിശാല പരിപ്രേക്ഷ്യം ഉണ്ടായിരുന്ന വ്യക്തി. എന്നിട്ട് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഗ്രേറ്റ്നെസ് ഓഫ് ടിപ്പു സുൽത്താൻ എന്നാണ് ഈ എസ്സയുടെ പേര്. ശ്രീ KR മൽക്കാനി എന്ന് പറയുന്ന RSSന്റെ ഓർഗനൈസറിന്റെ ഹെഡായിരുന്ന, ഏറ്റവും കൂടുതൽ കാലം RSSന്റെ എല്ലാ പ്രസിദ്ധീകരണങ്ങളും നയിച്ചിരുന്ന KR മൽക്കാനി പിന്നീട് ഗവർണറായി, BJPയുടെ ഫൗണ്ടിംഗ് മെമ്പറാണ്, BJPയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം അത് അവസാനിപ്പിക്കുന്നത്, ആത്മാഭിമാനം പണയം വെച്ചിരുന്നെങ്കിൽ ടിപ്പു മറ്റു പല ആൾക്കാരെ പോലെയും രാജാപട്ടം കിട്ടിയും മറ്റു പല പട്ടങ്ങൾ കിട്ടിയും ജീവിക്കുമായിരുന്നു. പക്ഷേ ആത്മാഭിമാനവും രാജ്യസ്നേഹവും പണയം വെക്കാത്തത് കാരണം ടിപ്പുവിന്റെ കൊച്ചുമക്കളുടെ കൊച്ചുമക്കൾ ഇന്ന് ബംഗാളിൽ നമ്മുടെ രക്ഷ വലിച്ചാണ് ജീവിക്കുന്നത്. അതാണ് ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താനെ എത്ര കൂടുതൽ വായിക്കുന്നോ അത്രേ എനിക്ക് അദ്ദേഹത്തോട് ആദരം തോന്നും. ഇത് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരനല്ല, മുസ്ലിം ചരിത്രകാരനല്ല, കോൺഗ്രസ് ചരിത്രകാരനല്ല, ശ്രീ KR മൽക്കാനി എന്ന് പറയുന്ന RSSന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റലക്ച്വൽ ജേർണലിസ്റ്റ് ആണ്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ട്, ശ്രീ ശ്രീജിത്ത് പണിക്കർ വളരെ ശരിയായി സൂചിപ്പിച്ചതുപോലെ ഇലക്ഷന്റെ പോസ്ചറിങ്ങിനൊരു കാര്യം പറയുന്നതും സീരിയസ് ആയ ഒരു കാര്യം പറയുന്നതും തമ്മിൽ വ്യത്യാസവും. മൂന്ന്, ടിപ്പുവിനെ പഠിക്കുമ്പോൾ ടിപ്പുവിന്റെ ശരികളും തെറ്റുകളും നമ്മൾ പഠിക്കണം. ടിപ്പുവിന്റെ ഭാഗത്തു നിന്നും, ടിപ്പുവിന്റെ ആക്രമണങ്ങളുടെ ഭാഗത്തു നിന്നും മംഗലാപുരത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന്, ബ്രാഹ്മണ സമൂഹത്തിന്, അയ്യർമാരുടെ സമൂഹത്തിന് പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ടിപ്പുവിനെ അത് വെച്ചല്ല ഡിഫൈൻ ചെയ്തത്. അത് വെച്ച് ഡിഫൈൻ ചെയ്തുകൊണ്ടാണല്ലോ ഇപ്പോൾ K. സുരേന്ദ്രൻ ഇന്നീ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അത് വെച്ച് മാത്രം ഡിഫൈൻ ചെയ്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആ ശേഷിപ്പുകൾ ഉണ്ടാകരുത് എന്ന് തന്നെയാണ് BJP ആഗ്രഹിക്കുന്നത്. അതാണ് സുരേന്ദ്രന്റെ വാക്കുകളിലൂടെ പറയുന്നത്. അദ്ദേഹം അത് വ്യക്തമായിട്ട് പറയുകയും ചെയ്തു. ഈ സുൽത്താൻ ബാറ്ററി എന്നുള്ള പേര് വേണ്ട, ആയുധപ്പുരയാണ്. കോട്ട യുദ്ധത്തിനെ പറ്റിയൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിലുള്ള ഹിന്ദു ക്ഷേത്രങ്ങളൊക്കെ തന്നെ ലൂട്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ, പല ക്ഷേത്രങ്ങളും അദ്ദേഹത്തിൻ്റെ പടയോട്ടക്കാലത്ത് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൻ്റെ മനോഹരമായിട്ടുണ്ടായിരുന്ന അതിൻ്റെ നമ്മൾ ചെല്ലുന്ന സമയത്ത് തന്നെ കാണുന്ന ഒരു വലിയ ഗോപുരമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ തന്നെ ഇന്ന് ഏത് രീതിയിലത്തേക്കാണ് നശിപ്പിച്ചിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല രേഖകളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അപ്പോൾ ആ രീതിയിൽ വളരെ മിക്സ്ഡ് ആയിട്ടുള്ള ഇമോഷൻസാണ്. അതേസമയം തന്നെ ചില ക്ഷേത്രങ്ങളെയൊക്കെ തന്നെ അദ്ദേഹം സംരക്ഷിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട്. ഇപ്പം ശ്രീരംഗപട്ടണത്ത് ഇതേപോലെ തന്നെ ക്ഷേത്രങ്ങളെ സംരക്ഷിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ വളരെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് അദ്ദേഹത്തിനെ പറ്റി തരുന്നത്. അതിൽ തന്നെ പല രീതികളിലുള്ള കഥകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹത്തിന് ഈ അസ്ട്രോളജിയിലൊക്കെ തന്നെ വളരെ വലിയ രീതിയിലുള്ള വിശ്വാസം ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോർട്ടിൽ ഉണ്ടായിരുന്ന കുറേയധികം അസ്ട്രോളജേഴ്സ് ഉണ്ട്. അവർ പതിവായിട്ട് ഏതൊക്കെ ക്ഷേത്രങ്ങളിലായിരുന്നോ പൂജയ്ക്ക് പോകുന്നത് ആ ക്ഷേത്രങ്ങളെല്ലാം തന്നെ അദ്ദേഹം സ്വതന്ത്രമായിട്ട് ഭരിക്കാനും അല്ലെങ്കിൽ അവിടെ ഒന്നും കൊള്ളയടിക്കാതിരിക്കാനും അതിനെ മറ്റാരെങ്കിലും ഇപ്പം മറാഠയിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് കൊള്ളയടിക്കുന്ന സമയത്ത് അതിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് എന്നും, പക്ഷേ അല്ലാത്ത പല സ്ഥലങ്ങളിലുമുള്ള ക്ഷേത്രങ്ങളെല്ലാം തന്നെ അദ്ദേഹം കൊള്ളയടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലുള്ള വളരെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള, വളരെ മിക്സ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം മാറ്റിയിരിക്കുന്നത് ഇപ്പോൾ സുൽത്താൻ ബാറ്ററി അല്ലെങ്കിൽ സുൽത്താൻസ് ബാറ്ററി എന്ന പേരിലാണോ ഈ സ്ഥലം അറിയപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് അറിയപ്പെട്ടത്. അത് മോശമായ രീതിയിലുള്ള ഒരു പേരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണെന്നുള്ള അഭിപ്രായവും എനിക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആയുധപുര എന്ന രീതിയിലത്തേക്ക് ഒരു സ്ഥലം അവിടെ ഉണ്ടാവുകയും അത് അവരെ റീനെയിം ചെയ്തതൊന്നുമല്ല, നേരെ മറിച്ച് അത് കാലക്രമത്തിൽ അങ്ങനെ വിളിക്കപ്പെട്ടതാണ്. അപ്പോൾ ഡെറഗേറ്ററി അല്ലാത്ത ഒരു പദം തന്നെയാണ് സുൽത്താൻ ബത്തേരി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പദം, ഒരു പേര് മാറ്റേണ്ടതുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ ഒരു വിഷയമാണ്. അല്ലാതെ ഡെറഗേറ്ററി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പേരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അധീശത്വം സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പേരോ ഒക്കെ തന്നെയാണെങ്കിൽ തീർച്ചയായിട്ടും വിമർശിക്കപ്പെടാവുന്നതാണ്. ഇതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ചരിത്രം എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കുന്ന ഏതാണ്ട് 13-ാം നൂറ്റാണ്ടിലോ മറ്റോ അവിടെ ഉണ്ടായിരുന്ന ഒരു ജൈന ക്ഷേത്രമുണ്ട് എന്നും ആ ക്ഷേത്രം ഉൾപ്പെടെ ആയുധപുരയായിട്ടൊക്കെ ഉപയോഗിച്ചു എന്നൊക്കെ തന്നെയുള്ള പല നറേറ്റീവ്സുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആധികാരികത അറിയില്ല. കൂടുതൽ ചരിത്ര രേഖകളിലേക്കൊക്കെ ഒരുപക്ഷെ പോകേണ്ടതുണ്ട്. ആ രീതിയിലുള്ള പ്രവണതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മിക്സ്ഡ് ഇമോഷൻസ് ആയിരിക്കും അത്തരം കാര്യങ്ങളിലുള്ളത്. പക്ഷേ ഒരു സ്ഥലത്തിന് പുനർനാമകരണം നൽകുക എന്നുള്ളത്
അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് എ പോളിസി മാറ്റർ. അതൊരു നയപരമായിട്ടുള്ള തീരുമാനമാണ്. നമുക്ക് എല്ലാവർക്കും താങ്കൾ പറഞ്ഞപ്പോൾ ഇതിന്റെ ഒരു ചരിത്രം എന്ന് പറയുമ്പോൾ ഈ സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി അത് വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന വിവരം അനുസരിച്ച് ഈ ഗണപതി വട്ടം എന്നുള്ളതാണ് പേര്. അത് പിന്നീട് ഈ പറഞ്ഞതുപോലെ ടിപ്പു സുൽത്താന്റെ വരവിന് ശേഷം ഇങ്ങനെ ആളുകൾ പറഞ്ഞു ഗണപതി ബാറ്ററി പറഞ്ഞു, അതിൽ നിന്ന് സുൽത്താൻ ബാറ്ററി പറഞ്ഞു, അവിടെ നിന്ന് സുൽത്താൻ ബത്തേരിയായി മാറുകയായിരുന്നു എന്നാണ്. അപ്പോൾ ഗണപതി വട്ടം എന്നുള്ള പേര് ആയിരുന്നു നേരത്തെ എന്നുള്ള കാര്യം അത് സ്ഥിരീകരിക്കപ്പെട്ടതാണ്. എന്നോടാണോ? അതെ, തീർച്ചയായിട്ടും. അല്ല, ഗണപതി വട്ടം എന്നായിരുന്നു ആ പേര് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ സ്ഥലത്തിന് ടിപ്പു സുൽത്താൻ വന്നു, അദ്ദേഹത്തിൻ്റെ ആയുധപ്പുരയായിട്ട് ആ ഒരു സ്ഥലത്തിനെ മാറ്റുന്നു എന്ന് പറയുന്നതിൻ്റെ പേരിലാണല്ലോ സുൽത്താൻ ബത്തേരി എന്ന് പിന്നെ അത് അറിയപ്പെടുന്നത്. അപ്പോൾ അത് അദ്ദേഹം വരുന്നതിന് മുമ്പ് ആ സ്ഥലത്തിന് പേരില്ലാതിരുന്ന ഒരു സ്ഥലമല്ല. ആ സ്ഥലത്തിനൊരു പേരുണ്ടായിരുന്നു. ആ സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് ഗണപതി വട്ടമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഗണപതി ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ പ്രശസ്തമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നും ആ ക്ഷേത്രമുണ്ട് എന്നാണ്. അപ്പോൾ അത്രയും വളരെ പ്രാചീനമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ പേരിലാണ് ആ സ്ഥലം അറിയപ്പെട്ടിരുന്നത്. ഒരുപക്ഷെ നമുക്ക് അങ്ങനെയാണെങ്കിൽ ചോദിക്കാം, ആ ക്ഷേത്രം എത്രയോ പ്രാചീനമാണ്, അപ്പോൾ അതിനു മുമ്പ് ആ സ്ഥലത്തിനൊരു പേരുണ്ടായിരുന്നില്ലേ? ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ വളരെ പ്രചാരത്തിൽ ഉണ്ടായിരുന്ന ഒരു പേര് ഗണപതി വട്ടം എന്നുള്ളതായിരുന്നു എന്നും അത് പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡെറിഗേറ്ററി ആയിട്ടുള്ള ഒരു പദമല്ല. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു വിശ്വാസത്തിനെ ഹനിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു പേരായിട്ടാണ് സുൽത്താൻ ബത്തേരി എന്ന പേര് അറിയപ്പെട്ടിരുന്നത് എങ്കിൽ അത് നിശ്ചയമായിട്ടും ഒരു പ്രശ്നമുള്ള കാര്യമാണ്. നേരത്തെ ഇന്ത്യ എന്നുള്ള പേര് ഭാരതം എന്ന രീതിയിലത്തേക്ക് മാറ്റുമെന്ന രീതിയിൽ ഒരു വലിയ പ്രചരണം ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ അഭിപ്രായം ഇങ്ങനെയായിരുന്നു, ഭാരതം എന്ന് പറയുന്ന പേരും നല്ലതാണ്, ഇന്ത്യ എന്ന് പറയുന്ന പേരും ഡെറഗേറ്ററി അല്ല. വിദേശികളായിക്കോട്ടെ, അതിനൊരു വൈദേശികമായിട്ടുള്ള ഒറിജിൻ ഉണ്ടായിക്കോട്ടെ, എന്തായാലും ആദരവോടുകൂടി നമ്മുടെ ഈ ഭൂമിയെ വിളിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു പദം ഒരിക്കലും ഡെറഗേറ്ററി ആയിട്ടുള്ള ഒരു പദമല്ല. അപ്പോൾ ആ പദം എന്ന് പറയുന്നത് ഉപയോഗിക്കപ്പെടാവുന്നതാണ് എന്നതുപോലെ അദ്ദേഹത്തിൻ്റെ ആയുധപുര എന്ന രീതിയിൽ അറിയപ്പെട്ടിരുന്ന ഒരു സ്ഥലം ആ രീതിയിൽ തന്നെ അറിയപ്പെടുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നില്ല. പക്ഷേ അതിനെ ഇനിയും പഴയ പേരിലേക്ക് റെസ്റ്റോർ ചെയ്യണം എന്ന രീതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗുൽഷനാബാദ് എന്ന് പറയുന്ന സ്ഥലം നാഷിക്കായി മാറുന്നത് പോലെ അതിൻ്റെ ഒരു പഴയ പേരിലേക്ക് റെസ്റ്റോർ ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അതൊരു പോളിസി മാറ്ററാണ്. ആ പോളിസി മാറ്റർ തീരുമാനിക്കപ്പെടുന്നതിനുള്ള പ്രക്രിയയാണ് നേരത്തെ പറഞ്ഞത്. അത് ആ രീതിയിലേക്ക് എത്തുന്നതിന് നിലവിലുള്ള ഭരണ സംവിധാനത്തിനോ പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തിനോ നിലവിൽ താല്പര്യമില്ല. അങ്ങനെയാണ് എങ്കിൽ BJP കൂടുതൽ വിയർപ്പ് ഒഴുക്കേണ്ടി വരും. സംശയമില്ല. പിന്നെ സുരേന്ദ്രൻ പറഞ്ഞ മറ്റൊരു കാര്യം കൊണ്ട്, ഇത് 1984 പ്രമോദ് മഹാജൻ ഇവിടെ വന്നപ്പോൾ തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നു. പിന്നെ വയനാട്ടുകാർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് എന്നൊക്കെ. പക്ഷെ ഇപ്പോൾ ഇത് ഉന്നയിച്ചത് ഒരു അനവസരത്തിലായി പോയോ ഇല്ലയോ? അല്ല, അത് തീർച്ചയായിട്ടും. കാരണം ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ MP ആകുന്നു എന്ന് തന്നെ നമ്മൾ കരുതിക്കൊള്ളൂ. രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തുന്നു, ആനി രാജയെ പരാജയപ്പെടുത്തുന്നു, എന്നിട്ട് അദ്ദേഹം അവിടെ വയനാട്ടിലെ MP ആകുന്നു എന്ന് കരുതിക്കൊള്ളൂ. എങ്കിൽ പോലും അദ്ദേഹത്തിന് സാധ്യമാകുന്ന ഒരു കാര്യത്തിനെ പറ്റി അല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു MP എന്ന നിലയ്ക്ക് വിചാരിച്ചാലോ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് 3ാം തവണ അധികാരത്തിൽ വരുന്ന BJP സർക്കാർ വിചാരിച്ചാലോ മാത്രം പുനർനാമകരണം ചെയ്യാവുന്ന ഒരു കാര്യത്തിനെ പറ്റി അല്ല അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മിസ്പ്ലേസ്ഡ് ആണ് എന്ന് പറയാം. അതൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അദ്ദേഹം പറയുകയാണെങ്കിൽ, ശരി, ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിയമസഭയിലുള്ള ഞങ്ങളുടെ മെജോറിറ്റി ഉപയോഗിച്ച് ഇങ്ങനെ ഒരു പ്രമേയം കൊണ്ടുവരും എന്ന് പറയാൻ ഒരു കോണ്ടെക്സ്റ്റ് എങ്കിലും ഉണ്ട്. പക്ഷേ നിലവിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ ഇത് ഈ രീതിയിലേക്കുള്ള ഒരു ചർച്ചയാക്കാം എന്നതിനപ്പുറത്തേക്ക് അത് അദ്ദേഹം അവിടെ MP ആയി കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല നിലവിലത്തെ സാഹചര്യത്തിൽ എന്നുള്ളത് അദ്ദേഹം തന്നെ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. ശരി, ശ്രീ CR നീലകണ്ഠൻ, ഇതുകൊണ്ട് നേട്ടമോ കോട്ടമോ എന്താണ് BJPക്ക് ഉണ്ടാകാൻ പോകുന്നത്? ഇതിപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഇങ്ങനെയൊരു സബ്ജക്റ്റ് എടുത്തിടുമെന്ന്. പക്ഷേ BJP, താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ, ഒന്നും പറയാൻ പറ്റില്ല മുൻകൂട്ടി ഏത് അജണ്ടയാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന്. ആ അജണ്ട മുന്നോട്ട് വരുമ്പോഴേ അറിയാൻ സാധിക്കുകയുള്ളൂ എന്ന്. ഇതിൽ നിന്ന് എന്ത് നേട്ടം, എന്ത് കോട്ടം? അല്ല, ഞാൻ നേട്ടം കോട്ടം എന്നൊക്കെ നമുക്ക് പിന്നെ വിലയിരുത്താം. ഒരു ഡെമോക്രാറ്റിക് ഡിസ്കോഴ്സ് ഉണ്ട്. ഒരു തെരഞ്ഞെടുപ്പിന് അതിന്റെ അജണ്ടയുണ്ട്. ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്, നാഷണൽ പോളിസിയുണ്ട്, സ്റ്റേറ്റ് പോളിസിയുണ്ട്. ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഇത് ചർച്ച ചെയ്യുന്നതിന് പകരം ഇപ്പോ അത് തന്നെയാണ് BJPയുടെ ഒരു രീതി. രാമക്ഷേത്രമാണ് കേരളത്തിലും അല്ലെങ്കിൽ തമിഴ്നാട്ടിലും മറ്റിടങ്ങളിലും കൊണ്ട് ചർച്ച ചെയ്യാൻ കൊണ്ടുവരുന്ന ഒരു വിഷയം. അയോധ്യയിലെ രാമക്ഷേത്രമാണോ അല്ലെങ്കിൽ തൃപ്രയാർ രാമക്ഷേത്രമാണോ എനിക്ക് പ്രധാനം എന്ന് വെച്ചാൽ ഞാൻ പറയും, ഞാൻ കണ്ടിട്ടുള്ള തൃപ്രയാർ രാമക്ഷേത്രമാണ്. അവർ തൃപ്രയാർ രാമക്ഷേത്രം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞത്, അയോധ്യയിലെ രാമക്ഷേത്രം ഇന്ത്യയുടെ അന്തസ്സിന്റെ പ്രതീകമാണ് എന്ന രൂപത്തിൽ അതിനെ അവതരിപ്പിക്കുന്ന ഒരു പൊതു അജണ്ടയുണ്ട്. അത് നമ്മൾ പറയേണ്ട ഒരുപാട് ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. അത്തരം അജണ്ടയിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇപ്പൊ നാളെ മധുര പറയാം, അല്ലെങ്കിൽ വാരണാസി പറയുന്നു, ഞാൻ ഓരോന്നായിട്ടാണ് അങ്ങനെ പറയുന്നതിന്റെ ഒക്കെ പിന്നിലുള്ള കാര്യം എന്താ? യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതുപോലെ ഒരു ഗവൺമെന്റിന്റെ ജോലി അതാണോ? ഗവൺമെന്റ് ജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ അതാണോ? സാമ്പത്തിക നയങ്ങളുണ്ട്, സാമൂഹ്യ നയങ്ങളുണ്ട്, സംഭരണ, നിരവധി കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളല്ല പറയുന്നത് എന്നത് തന്നെയാണ്
ഇതിന്റെ രാഷ്ട്രീയം. ഇപ്പൊ നേരത്തെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞത് വളരെ ശരിയാണ്. ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞു, സുരേന്ദ്രന് എന്ത് ചെയ്താലും സുരേന്ദ്രന് ഇപ്പൊ ജയിച്ചാലും തോറ്റാലും ഒന്നും സുരേന്ദ്രൻ ജയിക്കില്ല എന്നൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാൽ പോലും സുരേന്ദ്രന് ഇത് പേര് മാറ്റാൻ പറ്റില്ല. പിന്നെ എന്തിനാ സുരേന്ദ്രൻ ഇത് പറയുന്നത്? ഇത് പറയുന്നതിന്റെ കാരണം വളരെ കൃത്യമായും നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ പച്ചക്കൊടിയാണ്, പാകിസ്ഥാന്റെ കൊടിയാണ് എന്ന് പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് ടിപ്പു സുൽത്താൻ നമ്മുടെ ഒരു ഗണപതിയുടെ പേര് മാറ്റി ടിപ്പു സുൽത്താന്റെ പേരാക്കിയ സ്ഥലത്താണ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഈ അമ്പലത്തിന്റെയോ പള്ളിയുടെയോ ഒക്കെ വികാരം ജനിപ്പിക്കുന്ന ജനങ്ങളിൽ അതെന്ത് ഇമ്പാക്ട് ഉണ്ടാക്കും എന്നതാണ് ചോദ്യം. അവിടെയാണ് ലാഭനഷ്ടങ്ങളെ കണക്കെടുക്കേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ടിപ്പു സുൽത്താൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നില്ല നോർത്ത് ഇന്ത്യയിൽ അത്ര വലിയ ചർച്ച ചെയ്യപ്പെടുന്ന ഒരാളാണ്. ഒരുപക്ഷെ ബാബറോ അക്ബറോ അല്ലെങ്കിൽ ഔറംഗസീബോ പോലെ ചർച്ച പോലും ചെയ്യപ്പെടുന്ന ഒരാളല്ല. മാത്രവുമല്ല ടിപ്പു സുൽത്താൻ ഇപ്പൊ നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞത്, ഞാൻ ഏതാളെ പറ്റി നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഹിന്ദു രാജാക്കന്മാർ ഹിന്ദു ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചിട്ടില്ലേ? ഇഷ്ടംപോലെ കൊള്ളയടിച്ചിട്ടുണ്ട്. പണം ആവശ്യം വരുമ്പോൾ ക്ഷേത്രത്തിലാ ഉള്ളെങ്കിൽ അതെടുക്കും, എടുക്കാതിരിക്കൊന്നുമില്ല. അത് രാജാക്കന്മാരാണ്, അവർക്ക് പണമാണ്. അയൽ രാജാക്കന്മാരുമായി യുദ്ധം ചെയ്തിട്ടില്ലേ? എത്രയോ ഹിന്ദു എന്ന് ഞാൻ പറയുന്നത് രജപുത്രന്മാരും മറ്റു രാജാക്കന്മാരും തൊട്ടടുത്ത ഹിന്ദു രാജാക്കന്മാരോട് തർക്കിച്ചിട്ടുണ്ട്, യുദ്ധം ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഹിന്ദു മുസ്ലിം എന്നുള്ളതല്ല, അയൽ രാജ്യം വെട്ടിപ്പിടിക്കുക എന്നുള്ളത്. ചേര ചോള പാണ്ഡ്യന്മാർ തമ്മിൽ എന്തെല്ലാം യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ അത് ഒരു മതത്തിന്റെ മാത്രമല്ല, മറ്റു രാജ്യങ്ങൾ അയൽ രാജ്യങ്ങളെ ആക്രമിക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ രാജാക്കന്മാരുടെ ഒരു രീതിയാണ്. അതും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ടിപ്പു സുൽത്താനും പഴശ്ശിരാജയായിട്ട് യുദ്ധവും ഉണ്ടായിട്ടുണ്ട്, എഗ്രിമെന്റും ഉണ്ടായിട്ടുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട്. ഞാൻ അക്കാര്യത്തിൽ 100% അദ്ദേഹം ക്ഷേത്രങ്ങളെ ആക്രമിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടാവാം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ക്ഷേത്രങ്ങൾക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എനിക്കറിയാം, പരപ്പനങ്ങാടി ഒരു ക്ഷേത്രത്തിൽ അദ്ദേഹം ഭൂമി കൊടുത്ത കണക്ക് എനിക്കറിയാം. അദ്ദേഹത്തിന്റെ ലോകന്റെ മലബാർ മാനുവലിലും അതുപോലെ മലബാറിലെ ഭൂമി രേഖയിലുണ്ട് പരപ്പനങ്ങാടി ഒരു ക്ഷേത്രത്തിന് ഇത്ര ഏക്കർ ഭൂമി ടിപ്പു കൊടുത്തതായിട്ട്. അതുകൊണ്ട് അപ്പോ നമ്മളിപ്പോ ടിപ്പു ക്ഷേത്രം ആക്രമിച്ചോ ടിപ്പു എടുത്തോ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പൊ പാലക്കാട് ടിപ്പുവിന്റെ കോട്ടയുണ്ട്. പാലക്കാട് കോട്ട മൈതാനം ടിപ്പു ഉണ്ടാക്കിയ കോട്ടയാണ്. നാളെ ടിപ്പുവിന്റെ കോട്ടയാന്ന് പറയാൻ പറ്റില്ല, അത് വേറെ കൊല്ലംകോട് രാജാവ് ഉണ്ടാക്കിയ കോട്ടയാണെന്നൊക്കെ പറഞ്ഞാൽ അതിന് വല്ല കാര്യമുണ്ടോ? നമ്മൾ ചരിത്രത്തെ ചരിത്രമായി തന്നെ കാണുക. ഇപ്പൊ പ്രശ്നം നേരത്തെ പറഞ്ഞതൊന്നുമല്ല, സുരേന്ദ്രനെ കൊണ്ട് കഴിയുമോ എന്നുള്ളതല്ല, സുൽത്താൻ ബാറ്ററി മാറ്റുന്നത് ശരിയാണോ എന്നുള്ളതല്ല. പ്രശ്നം വർഗീയ അജണ്ടയിലേക്ക് തെരഞ്ഞെടുപ്പിനെ മാറ്റുക എന്നതാണ്. അതാണ് അതിന്റെ രാഷ്ട്രീയം. ഞാൻ അതിനെ എതിർക്കുന്നത്. സുരേന്ദ്രൻ എന്ത് വേണമെങ്കിൽ പറയാം, നാളെ ഡൽഹിക്ക് വേറെന്തെങ്കിലും പേര് പറയാം, അതൊക്കെ സുരേന്ദ്രന് ഇഷ്ടമാണ്, ആർക്കും വേണ്ടി പറയാം. പക്ഷേ നടക്കുമോ നടക്കില്ലയോ എന്നുള്ളതൊക്കെ ഇപ്പൊ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നടന്നോളണമെന്നില്ല. ചിലപ്പോൾ നടക്കാത്ത ആഗ്രഹമോ പറഞ്ഞു എന്ന് വരാം. പക്ഷെ അത് പറയുന്ന സന്ദർഭം, പറയുന്ന രീതി, പറയുന്ന സ്ഥലം ഒക്കെ പ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ നിന്നുകൊണ്ടാണ് ഇതിനെ കാണേണ്ടത്, അല്ലാണ്ട് നിഷ്കളങ്കമായിട്ടല്ല. സുരേന്ദ്രന് കഴിയുമെന്നോ ഇത് മാറ്റുന്നത് ശരിയാണോ എന്നുള്ള ചർച്ചയല്ല പ്രധാനം. ആ ചർച്ചയുടെ ടൈമിംഗ്, എന്തിനു വേണ്ടിയാണ് ഈ ചർച്ച കൊണ്ടുവന്നത്? ഇപ്പൊ ഗണപതി വട്ടമാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ, അതിനല്ലല്ലോ ചർച്ച. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് ടിപ്പു സുൽത്താന്റെ കോട്ടയിലാണ്, നമ്മുടെ ഗണപതി ഉണ്ടായിരുന്ന സ്ഥലത്ത് അത് മാറ്റി ടിപ്പു സുൽത്താൻ മാറ്റി കോട്ട പണിത സ്ഥലത്താണ് എന്ന രൂപത്തിലായിരിക്കും ഇതിന്റെ. അവിടെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. അങ്ങനെ കാണുമ്പോൾ ഇത് നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇത് ഈ തരത്തിൽ കർണാടകയിൽ ചർച്ച ചെയ്താൽ ചിലപ്പോൾ കോൺഗ്രസിനായിരിക്കും അതിന്റെ ഗുണം, BJPക്ക് നഷ്ടം ഉണ്ടാവാൻ വഴിയുള്ളൂ എന്ന് ഞാൻ കണക്കാക്കണം. കാരണം ടിപ്പു സുൽത്താനെ അത്ര നന്നായി ആരാധിക്കുന്ന ആളുകൾ അവിടുത്തെ ഒരു ദേശീയ സംഗതിയായിട്ട്. ഇനി പേര് മാറ്റം എന്ന പൊതുനയം അല്ല, നമ്മൾ ലാഭനഷ്ടങ്ങളുടെ കണക്കാണല്ലോ ഇപ്പൊ ഇദ്ദേഹം ചോദിച്ചത്. അതുകൊണ്ടാണ് മഞ്ജുഷിന് ഞാൻ മറുപടി പറഞ്ഞു. ലാഭനഷ്ടങ്ങളുടെ കണക്ക് നമ്മൾ ചോദിച്ചാൽ അതിന് വേറെയാണ് മറുപടി. ഞാൻ അതിന്റെ കണക്കെടുക്കാനല്ല പോകുന്നത്. പക്ഷേ അതിലൊരു ഒരു ഒരു എന്താ പറയാ, വളരെ ഷ്രൂഡായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ക്രുക്കഡായിട്ടുള്ള, അങ്ങനെയാ പറയട്ടെ, ഷ്രൂഡ് പോലുമല്ല, ക്രുക്കഡായ ഒരു അജണ്ടയുണ്ട്. അത് ഗുണം ചെയ്യോ ദോഷം ചെയ്യോ എന്ന് എനിക്കറിയില്ല. മറ്റ് വിഷയങ്ങളിൽ ഇപ്പൊ മാറിയില്ല. ഇന്ന് നിങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇതല്ലേ? ഇന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയമാവുന്നത് എന്തുകൊണ്ടാ? ഈ വിഷയം വേറെ എന്തെല്ലാം വിഷയങ്ങളുടെ ചർച്ച ചെയ്യാൻ? ഇന്ത്യയുടെ മറ്റ് വിഷയങ്ങളില്ലേ, സാമ്പത്തിക വിഷയങ്ങളോ മറ്റു സാമൂഹിക വിഷയങ്ങളോ ഒക്കെ ഉണ്ടല്ലോ. ഇതൊന്നും ചർച്ച ചെയ്യാതെ ഇതിലേക്ക് വരുന്നത് തന്നെയാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പൊ ഞാൻ പറയുന്നത് ഈ ചർച്ച തന്നെയാണ് സുരേന്ദ്രന്റെ ലക്ഷ്യം. ശരി, അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ സംഭവം നടന്നതിന് ശേഷം ഇപ്പോൾ സുരേന്ദ്രൻ ഈ രണ്ട് ദിവസമായി ഇക്കാര്യം പറയുന്നതിനിടയ്ക്ക് ഇപ്പോൾ BJP അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ തന്നെ എന്താണ് ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കാനുള്ള കാരണം എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ ആയിരക്കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കിയ ടിപ്പുവിനോട് ആർക്കാണ് ഇത്ര സ്നേഹം? ആ ഒരു ചോദ്യമാണ് ഉന്നയിക്കുന്നത്.
ഇതര മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ തകർക്കുകയും കൊള്ളയടിക്കുകയും ചെയ്ത മതഭ്രാന്തനെ പുകഴ്ത്തുന്നതിലൂടെ രണ്ട് മുന്നണികളും UDF-ഉം LDF-ഉം കേരളത്തിലെ ജിഹാദി ഭീകരരുടെ പിന്തുണ ഉറപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ BJP ഇതാണ് മുന്നോട്ട് വയ്ക്കുന്ന അജണ്ട. ശ്രീ ഹസ്കർ. മഞ്ജുഷ, ഇതില് ഞാൻ മനസ്സിലാക്കുന്നത് അത് തന്നെയാണ് രാഷ്ട്രീയം. ഹസ്കർ പറഞ്ഞോളൂ. മഞ്ജുഷ്, ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് സ്വാഭാവികമായും ശ്രീ സുരേന്ദ്രൻ ഒരു ആകസ്മികമായി പറഞ്ഞു പോയതല്ല. വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് സുരേന്ദ്രൻ ഗണപതി വട്ടം എന്ന പേരുമാറ്റത്തെ സംബന്ധിച്ച് ചർച്ച തുടക്കം വെച്ചിരിക്കുന്നത്. അതിൽ BJP ഒരു പരിധിവരെ മുന്നേറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വെറുപ്പിന്റെ രാഷ്ട്രീയം സൃഷ്ടിക്കുക, ആ വിഭാഗീയതയിലൂടെ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ ഒട്ടാകെ രാഷ്ട്രീയ ലക്ഷ്യം നേടാൻ കഴിയുമോ എന്ന് BJPയുടെ ശ്രമത്തിന്റെ ഒരു അജണ്ടയുടെ കൃത്യമായ ഒരു മുന്നൊരുക്കത്തോടു കൂടി നടത്തിയിട്ടുള്ളതാണ്. അതാണ് ടിപ്പു സുൽത്താനെ പോലെ ഇന്ത്യ ഏറ്റവും കൂടുതൽ ചരിത്രത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു വ്യക്തി ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ടിപ്പു സുൽത്താനെ നാം പലതരത്തിലും ഒറ്റപ്പെട്ട് ആക്രമിക്കപ്പെടുകയും ചരിത്രത്തിൽ അദ്ദേഹത്തെ വല്ലാത്ത വേദനിപ്പിക്കുന്ന സ്ഥാനത്തേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തു എന്നുള്ള വസ്തുത കൂടി ഈ ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ടിപ്പുവിനെ അടയാളപ്പെടുത്തിയതിൽ ഇന്ത്യൻ ചരിത്രകാരന്മാരിൽ ഒരു പക്ഷേ ബ്രിട്ടീഷ് ചരിത്രകാരന്മാരെ ഫോളോ ചെയ്തിരുന്ന ഇന്ത്യൻ ചരിത്രകാരന്മാർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാ കാലത്തും നേരത്തെ ശ്രീ CR ഒക്കെ പറഞ്ഞതുപോലെ എല്ലാ കാലഘട്ടത്തിലും യുദ്ധങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് രാജാക്കന്മാരുടെ വിജയവും അവർ നേടുന്ന കൊള്ളയും ഒക്കെ തന്നെയായിരുന്നു. ലാഭമായിരുന്നു എല്ലാ യുദ്ധത്തിന്റെയും ലക്ഷ്യം. അത്തരത്തിൽ ലാഭം കൊയ്യുകയായിരുന്നു ഏതൊരു രാജാക്കന്മാരും ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, മറാഠ രാജാവ് 1759 ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായിരുന്ന തിരുപ്പതി ക്ഷേത്രം ആക്രമിക്കുകയും നശിപ്പിക്കുകയും ചെയ്തതായി ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി ക്ഷേത്രങ്ങൾ ഇങ്ങനെ ഹിന്ദു രാജാക്കന്മാരാൽ ആക്രമിക്കപ്പെടുകയും കീഴടക്കുകയും അതിലെ സ്വത്തുക്കൾ കൊള്ളയടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ടിപ്പു മാത്രം ഏതെങ്കിലും ഘട്ടത്തിൽ ചരിത്രത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഇങ്ങനെ അന്യ സമുദായക്കാരുടെ മത കേന്ദ്രങ്ങളെയോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളെയോ ആക്രമിച്ചതായി പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൈസൂരിലുള്ള ശ്രീരംഗനാഥ ക്ഷേത്രവും അതുപോലെ തന്നെ മഞ്ജുനാഥ ക്ഷേത്രവും സംരക്ഷിച്ചു പോരുന്നത് ടിപ്പു ആയിരുന്നു. മാത്രമല്ല, ആദിശങ്കരാചാര്യർ സ്ഥാപിച്ച ശൃംഗേരി മഠം എന്ന് പറയുന്നത് ടിപ്പു സുൽത്താന്റെ കൊട്ടാരത്തിന് വളരെ അടുത്തായിരുന്നിട്ട് പോലും അദ്ദേഹം ഒരിക്കൽ പോലും ആക്രമിക്കുകയോ കരം തീരുവ നൽകിക്കൊണ്ട് ശൃംഗേരി മഠത്തിന് ആവശ്യമായ സഹായങ്ങളും പാരിതോഷികങ്ങളും ചെയ്തതായി ചരിത്രത്തിൽ പല ഘട്ടങ്ങളിലും അടയാളപ്പെടുത്തുകയും ശൃംഗേരി മഠാധിപതിയെ ജഗദ്ഗുരു എന്ന് അദ്ദേഹം സംബോധന ചെയ്തിരുന്നതായി ചരിത്രത്തിൽ അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ പല ഘട്ടങ്ങളിലും അദ്ദേഹം മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങളെയും മത നേതാക്കന്മാരെയും വലിയ ആരാധനയോടെ കണ്ടതായി ചരിത്രത്തിൽ ഉള്ളപ്പോൾ പോലും പാശ്ചാത്യ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ചരിത്രകാരന്മാരുടെ വില്യം സ്മിത്ത് പോയിട്ടുള്ള ചരിത്രകാരന്മാരുടെ തുടർച്ചയായി ഇന്ത്യയിൽ ടിപ്പുവിനെ അത്തരത്തിൽ ചിത്രീകരിക്കുന്നതിനും ടിപ്പു എല്ലാ കാലത്തും മതവെറി കാത്തു സൂക്ഷിച്ചിരുന്നതും മതപരിവർത്തനത്തിന്റെ വക്താവായിരുന്നു ടിപ്പു എന്നും വരുത്തി തീർക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ടിപ്പു മാത്രമായിരുന്നില്ല, മൈസൂർ രാജവംശത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ ആക്രമിച്ചിട്ടുള്ളത് ടിപ്പു മാത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവായിരുന്നു ഹൈദരലി ആയിരുന്നു കേരളത്തെ ആക്രമിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്നും ടിപ്പു ആക്രമണം വലിയ തോതിൽ നടത്തുകയും അദ്ദേഹത്തിന്റെ സാമ്രാജ്യം വലുതാക്കുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുത. അപ്പൊ ഇന്ത്യയുടെ ചരിത്രത്തിൽ ടിപ്പുവിനുണ്ടായിരിക്കേണ്ട സ്ഥാനത്തെ മാറ്റി നിർത്തപ്പെടുകയും മാത്രമല്ല, ഗണപതി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഹിന്ദു സമൂഹത്തിനിടയിൽ ഹിന്ദുമത വിശ്വാസികൾക്കിടയിൽ ഏറ്റവും പ്രാമുഖ്യമുള്ള ഒരു ദേവതയായി നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഗണപതിയുടെ പേരിലുള്ള ഒരു ക്ഷേത്രത്തോട് തുടർന്ന് ആ പേരിൽ അറിയപ്പെടേണ്ടിയിരുന്ന സ്ഥലത്തെ പോലും ഇല്ലാതെ ചെയ്ത് അത് കീഴടക്കി അങ്ങനെ ഒരു ഇൻവേഷൻ നടത്തിയ വ്യക്തി എന്ന നിലയിൽ ടിപ്പുവിനെ അപമതിക്കുന്ന തരത്തിലേക്ക് ചരിത്രത്തെ മാറ്റുന്നു എന്നുള്ളത് കൊണ്ട് ഒരു പേരുമാറ്റം നിർദ്ദേശിക്കുക എന്ന ഒരു വളരെ നിഷ്കളങ്കമായ ദൗത്യം അല്ല ശ്രീ സുരേന്ദ്രൻ ചെയ്തിട്ടുള്ളത്. സുരേന്ദ്രന് കൃത്യമായി ഇക്കാര്യത്തിൽ
അജണ്ടയുണ്ട്, RSSന്റെ അജണ്ടയുണ്ട്, BJPയുടെ അജണ്ടയുണ്ട്. അത് വെറുപ്പിന്റെ രാഷ്ട്രീയം വീണ്ടും കേരളത്തിൽ വഴി ഇന്ത്യ ഒട്ടാകെ സ്ഥാപിക്കുക എന്നുള്ള ആ അജണ്ടയാണ്. ശരി ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോൾ BJP ഔദ്യോഗികമായിട്ട് തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഈ ടിപ്പു സുൽത്താനെ വെള്ള പൂശുന്നവരുടെ, താങ്കളും അങ്ങനെയാണല്ലോ, വെള്ള പൂശുന്നു എന്നുള്ള ഗണത്തിൽ താങ്കളെയും ഉൾപ്പെടുത്താവുന്നതാണ്. കാരണം താങ്കൾ ആ രീതിയിലാണ് ടിപ്പുവിനെ കാണുന്നത്. അപ്പോൾ അവർക്കുള്ള ഒരു മുന്നറിയിപ്പാണ് ഇതെന്നാണ് BJPയുടെ ഔദ്യോഗിക വിശദീകരണം. അതുകൊണ്ട് ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കുക തന്നെ ചെയ്യും എന്നും BJP പറയുകയാണ്. അതാണ് കെ സുരേന്ദ്രന്റെ വാക്കുകളിൽ പ്രതിഫലിച്ചതെന്ന്. അതാണ് മഞ്ജുഷ് വ്യത്യാസം. ഞാൻ ടിപ്പു സുൽത്താനെ വെള്ള പൂശുന്ന ഒരു വ്യക്തിയല്ല. ടിപ്പു സുൽത്താൻ വെള്ളയാണ്, ടിപ്പു സുൽത്താൻ ഹീറോ ആണ്, ടിപ്പു സുൽത്താൻ നായകനാണ്, ഒരു സംശയവും വേണ്ട. അത് രാഹുൽ ഈശ്വർ അല്ല പറയുന്നത്. RSSന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി, RSSന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജേർണലിസ്റ്റ്, RSSന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റലക്ച്വൽ KR മൽക്കാനി എന്ന് പറയുന്ന BJPയുടെ ഫൗണ്ടിംഗ് മെമ്പർ, BJPയുടെ വൈസ് പ്രസിഡന്റ് LK അദ്വാനി ഫോർവേഡ് എഴുതിയ പുസ്തകത്തിൽ പറയുകയാണ്. ഞാൻ ആ വരി കൃത്യമായിട്ട് വായിക്കാം. ഞാൻ സബ്മിറ്റ് ചെയ്യുന്നു, അക്ബറും ദാരാ ഷിക്കോവും ടിപ്പു സുൽത്താനും ഹീറോസ് ആണ്, അവർ വില്ലൻസ് അല്ല. ഇത് പറയുന്നത് രാഹുൽ ഈശ്വർ അല്ല. നേരത്തെ ശ്രീ പണിക്കർ സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ നീലാണ്ടൻ സാർ സൂചിപ്പിച്ചതുപോലെ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, ടിപ്പുവിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അത് അശോകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലേ? അതും പറയുന്നത് രാഹുൽ ഈശ്വർ അല്ല, അതും പറയുന്നത് KR മൽക്കാനിയാണ്. അതായത് ഞാൻ ആരുടെയും പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്ന് ഇവിടെയുള്ള പല പ്രസ്ഥാനങ്ങളിലും പെട്ട ആൾക്കാർ വള്ളിനിക്കിറിട്ട് നടക്കുന്ന കാലത്ത് RSSന്റെ തലപ്പത്ത് പോയി BJPയുടെ ഫൗണ്ടിംഗ് മെമ്പറായി നിന്ന KR മൽക്കാനിയെ കോട്ട് ചെയ്താണ് ഞാൻ സംസാരിക്കുന്നത്. ഈ KR മൽക്കാനി എഴുതുന്നത് എപ്പോഴാണെന്നും കൂടെ അറിയണം. അതായത് രാമായണത്തിന് ശേഷം ടിപ്പു സുൽത്താന്റെ സീരിയൽ ദൂരദർശനിൽ വന്നു. അന്ന് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായി. അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് KR മൽക്കാനി ഉദ്യമം ഏറ്റെടുക്കുന്നത്. എന്നിട്ട് KR മൽക്കാനി എടുത്തു പറയുന്നുണ്ട്, നമ്മുടെ കേരളവും അതിൽ സിഗ്നിഫിക്കന്റ് ആണ്. തിരുവിതാംകൂറിലും കേരളത്തിലും ടിപ്പുവിന്റെ ആക്രമണങ്ങളിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അത് സത്യമാണ്. പക്ഷെ രാജാക്കന്മാരല്ലേ, ഇവരാരും സന്യാസിമാരല്ലല്ലോ, അവരുടെ ഭാഗത്തുനിന്ന് തെറ്റുകൾ ഉണ്ടായി കാണാം, സംശയമില്ല. പക്ഷെ ടിപ്പു എന്ന് പറയുന്നത്, KR മൽക്കാനിയുടെ വാക്ക് കൃത്യമായി പറഞ്ഞാൽ, ടിപ്പു മരിച്ചത് കാരണമാണ് 150 വർഷം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ തീജ്വാല അണഞ്ഞു പോയത്. ടിപ്പുവിന്റെ കൊച്ചുമക്കൾ ഇന്ന് കൽക്കട്ടയുടെ തെരുവോരങ്ങളിൽ റിക്ഷ വലിച്ച് ജീവിക്കുന്നത് ടിപ്പുവിന്റെ രാജ്യസ്നേഹവും ആത്മാഭിമാനവും കാരണമാണ്. ഇത് പറയുന്നത് RSSന്റെ ഏറ്റവും വലിയ ചിന്തകനാണ്. അവിടെയാണ് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിലും വിനയത്തോടെ ശ്രീ ഹസ്കറിനെ പോലുള്ള, നീലാണ്ടൻ സാറിനെ പോലുള്ളവരെ എതിർക്കേണ്ടി വരുന്നത്. എന്ത് പറയുമ്പോഴും ജനറലി RSS എന്ന് പറഞ്ഞ് എതിർക്കുകയും ഈ ഹിന്ദു എന്ന് പറഞ്ഞ് എതിർക്കുകയും ചെയ്യുന്നതിന് അർത്ഥമില്ല. നേരെ മറിച്ച് RSSൽ തന്നെ കാര്യഗൗരവമുള്ളവർ, ഈ വിഷയത്തെ ആഴത്തിൽ പഠിച്ചവർ, ഈ വിഷയത്തെ ഗൗരവമായി കണ്ടവർ എഴുതിയ നിലപാടുകളും പുസ്തകങ്ങളും ഒക്കെയുണ്ട്. അതായത് കർണാടകത്തിലെ നാഗേഷോ, അല്ലെങ്കിൽ നമ്മുടെ അയാളുടെ പേരെന്തായിരുന്നു, ഇപ്പൊ MP ആയിരുമാര് അനന്തകുമാർ ഹെഗ്ഡിയോ പോലുള്ള തലയ്ക്ക് വെളിവില്ലാത്ത കുറെ ആൾക്കാർ പറയുന്ന വാക്കുകൾ കേട്ടല്ല നമ്മൾ ടിപ്പു സുൽത്താനെ അളക്കേണ്ടത്. RSSൽ തന്നെയുള്ള വളരെ മുതിർന്ന, വളരെ ചിന്താശേഷിയുള്ള, ഇപ്പൊ ശേഷാദ്രിചാരിയെ പോലുള്ളവർ വളരെ നല്ല ആൾക്കാരാണ്. അല്ലെങ്കിൽ ഒരുപാട് ഗുരുജി ഗോൾവൽക്കറിനെ പോലുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ KR മൽക്കാനിയെ പോലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ പാഞ്ചജന്യയുടെയും ഓർഗനൈസറിന്റെയും മദർലാൻഡിന്റെയും എഡിറ്റർ ആയിരുന്ന ആളാണ് KR മൽക്കാനി. അതായത് RSSന്റെ എല്ലാ പ്രസിദ്ധീകരണങ്ങളുടെയും ഏറ്റവും കൂടുതൽ എഡിറ്റർ ആയിരുന്ന ഇന്റലക്ച്വലായ മൽക്കാനിയുടെ നിലപാടാണ്. അവിടെയാണ് ശ്രീ ഹസ്കർ അടക്കം എതിർക്കുമ്പോ RSS ഫോബിയ അല്ല വേണ്ടത്, RSSലെ മൽക്കാനി പോലും എഴുതിയ നിലപാട് ചൂണ്ടിക്കാട്ടുക. അല്ലെങ്കിൽ നമ്മുടെ നീലാണ്ടൻ സാറിനൊരു മതേതരത്വത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്നല്ല, ടിപ്പുവിന് ഒരുപാട് മതസൗഹാർദ്ദത്തിന്റെ സ്പേസ് ഉണ്ടായിരുന്നു. ഉദാഹരണം, കൊല്ലൂർ മൂകാംബിക ടെമ്പിളിൽ സലാം മംഗളാരതി എന്നൊരു ചടങ്ങുണ്ട്. ഇപ്പം നമ്മുടെ ചില അൾട്രാ റൈറ്റ് വിങ് സുഹൃത്തുക്കൾ അത് നിർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അല്ലെങ്കിൽ അങ്ങനെ ഒരു മൂവ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. സലാം മംഗളാരതി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂകാംബിക ദേവിയുടെ ചൈതന്യം കണ്ടപ്പോ മംഗളാരതി ദൈവാരാധന ഒഴിയുന്ന സമയത്ത് ടിപ്പു സുൽത്താൻ സലാം ചൊല്ലി. അങ്ങനെയാണ് അതിനുശേഷം അത് സലാം മംഗളാരതി എന്നറിയപ്പെടുന്നത്. അങ്ങനെ എന്നാൽ ടിപ്പുവിന് അതാണ് ഈ രാജാക്കന്മാർക്ക് പലപ്പോഴും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്, വെള്ളയും കറുപ്പും ഉണ്ട്. ഇതിൽ ആരെയും വെള്ള പൂശണ്ട, എന്നാൽ അവരുടെ വെള്ള നമ്മൾ കാണാതിരിക്കരുത്. ശ്രീരംഗത്തെ അമ്പലത്തെ കുറിച്ചൊക്കെ ടിപ്പു സുൽത്താൻ ഏറ്റവും ആദരവോടെയാണ് കണ്ടിരുന്നതെന്ന് പറയുന്നത് KR മൽക്കാനി തന്നെയാണ്. ശരി, താങ്കൾ KR മൽക്കാനിയെ കോട്ട് ചെയ്താണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ശ്രീ പണിക്കർ, ഈ വെള്ളപൂശൽ എന്നുള്ള BJPയുടെ ഈ ഒരു ഭാഷ്യമുണ്ടല്ലോ, അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ടിപ്പുവിനെ വെള്ള പൂശുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് ഇത്തരത്തിലുള്ള ഈ ഗണപതി വട്ടം എന്ന പേരുമാറ്റം ആവശ്യപ്പെടുന്നതിന് പിന്നിൽ, അത് ചർച്ചയാക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണെന്നാണ് BJP പറയുന്നത് ഔദ്യോഗികമായിട്ട്. അല്ല, ചർച്ചയാക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശ്രീ കെ സുരേന്ദ്രന് MP ആയി ജയിച്ചാൽ പോലും സാധ്യമല്ലാത്ത ഒരു കാര്യത്തിനെ പറ്റി അദ്ദേഹം പറയുമ്പോൾ അതിനർത്ഥമെന്ന് പറഞ്ഞാൽ അത് മറ്റൊരു തലത്തിൽ ചർച്ചയാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് BJP ഒളിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തീർച്ചയായിട്ടും ചർച്ചയാക്കുക എന്നുള്ള ഒരു ഉദ്ദേശമുണ്ട്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം, മുസ്ലിം സമുദായത്തെ മുഴുവൻ ടിപ്പു സുൽത്താൻ പ്രതിനിധാനം ചെയ്യുന്നു എന്ന രീതിയിലുള്ള ഒരു അഭിപ്രായം ഉണ്ടാകുമ്പോഴാണ്
അദ്ദേഹം ഒരു ഇസ്ലാം മതപ്രചാരകനോ അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു ഇസ്ലാമിൻ്റെ ഒരു എന്താ പറയുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു ഇമാം എന്നോ അല്ലെങ്കിൽ അവരുടെ ഒരു ഉസ്താദ് എന്നോ അവരുടെ ഒരു മതപണ്ഡിതൻ എന്നൊക്കെ പറയാവുന്ന ഒരാളൊന്നുമല്ല. ഇസ്ലാമിൻ്റെ ഒരു പ്രതീകമായിട്ട് ടിപ്പു സുൽത്താനെ പല ആൾക്കാരും ഏറ്റെടുക്കുകയും അതുവഴി ഇത് ഇസ്ലാമിനെതിരായിട്ടുള്ള ഒരു ആക്രമണമാണ് എന്ന നിലയ്ക്ക് അതിനെ പറയുകയും ചെയ്യുകയാണ്. മുഗൾ പാരമ്പര്യം പോലെയുള്ള ഒരു രാജാവല്ല ടിപ്പു സുൽത്താൻ എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ട അല്പം മുമ്പ് ശ്രീ ഹസ്കർ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ചില ക്ഷേത്രങ്ങളൊക്കെ അദ്ദേഹം എങ്ങനെയാണ് സംരക്ഷിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യ ഭാഗത്ത് സംസാരിക്കുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ കോർട്ട് അസ്ട്രോളജേഴ്സിന് താല്പര്യമുണ്ടായിരുന്ന ചില ക്ഷേത്രങ്ങളെ അദ്ദേഹം ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചരിത്രപരമായിട്ടുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാൽ അല്പം മുമ്പ് എനിക്ക് തോന്നുന്നു ശ്രീ CR നീലകണ്ഠനാണെന്ന് തോന്നുന്നു മലബാർ മാനുവലിനെ പറ്റി പറഞ്ഞു. മലബാർ മാനുവലിൽ നോക്കിക്കഴിഞ്ഞാൽ ടിപ്പു സുൽത്താൻ നശിപ്പിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളുടെ ഒരു എൻറ്റയർ ലിസ്റ്റ് മലബാർ മാനുവലിൽ കിട്ടും. അത് ഒരു കാര്യം. രണ്ട്, ലൂയിസ് റൈസ് എന്ന് പറയുന്നിട്ടുള്ള ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ബ്രിട്ടീഷ് എപ്പിഗ്രാഫിസ്റ്റ് ഉണ്ട്. അദ്ദേഹം ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഡയറക്ടർ ആയിരുന്നയാളാണ്. അദ്ദേഹം അദ്ദേഹം ടിപ്പു സുൽത്താനെ പറ്റി റിസർച്ച് ചെയ്തതിന് ശേഷം അദ്ദേഹം എഴുതിയിരിക്കുന്ന, ഇന്ത്യക്കാരനല്ല, അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു പുസ്തകത്തിൽ പറയുന്ന ഏതാനും വരികൾ ഇങ്ങനെയാണ്: ഇൻ ദ വാസ്റ്റ് എംപയർ ഓഫ് ടിപ്പു സുൽത്താൻ ഓൺ ദ ഈവ് ഓഫ് ഹിസ് ഡെത്ത്. അതായത് ഈ ശ്രീരംഗം മൈസൂരിൽ അദ്ദേഹത്തിൻ്റെ വലിയ ഒരു അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ഭരണമുള്ള ആ ഏറിയയിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ തലേ ദിവസം പോലും ദർ വെർ ഓൺലി 2 ഹിന്ദു ടെമ്പിൾസ് ഹാവിംഗ് ഡെയിലി പൂജാസ് വിതിൻ ദ ശ്രീരംഗപട്ടണം ഫോർട്രസ്. 2 ക്ഷേത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ ഈ പറയുന്ന പോലെ ശ്രീരംഗപട്ടണം ക്ഷേത്രമുണ്ട്, അവിടെയുള്ള ക്ഷേത്രമുണ്ട്. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒന്ന് മേലുകോട്ട് ക്ഷേത്രമായിരിക്കും. It is only for the satisfaction of the Brahmin astrologers who used to study his horoscope that Tipu Sultan had spared those 2 temples. The entire wealth of every Hindu temple was confiscated before 1790. 1790 മുമ്പ് തന്നെ എല്ലാ ക്ഷേത്രങ്ങളുടെയും സ്വത്ത് അദ്ദേഹം എടുത്തിരുന്നു. itself mainly to make up for the revenue loss due to total prohibition in the country. അപ്പോൾ രാജ്യത്തുണ്ടായിരുന്ന റവന്യൂ നഷ്ടം നികത്തുന്നതിന് വേണ്ടി എല്ലാ ക്ഷേത്രങ്ങളെയും അദ്ദേഹം ആക്രമിച്ച് കീഴടക്കിയിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് പിന്നീട് പല ചരിത്രകാരന്മാരും പറയുന്നുണ്ട്. ഏതാണ്ട് 8000 ക്ഷേത്രമെങ്കിലും അദ്ദേഹം നശിപ്പിച്ചിരിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ മലബാർ മാനുവലിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട്, മലപ്പുറം, പൊന്നാനി, കണ്ണൂർ, എടപ്പാട്, ഏറനാട് എന്നിങ്ങനെ സ്ഥലം തിരിച്ചതിന് ശേഷം ഏതൊക്കെ ക്ഷേത്രങ്ങളാണ് നശിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ഇവിടെയുള്ള മമ്മിയൂര്, ഗുരുവായൂര്, പിന്നെ തൃക്കണ്ടിയൂര്, തളി, പുത്തൂര്, ഗോവിന്ദപുരം, നിരവധി ക്ഷേത്രങ്ങൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രങ്ങളുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ 8000 ക്ഷേത്രങ്ങളെ നശിപ്പിച്ചിരിക്കുന്ന ഒരാൾ, അത് ചരിത്രകാരൻ, ഞാൻ പറയുന്നത് ഇന്ത്യക്കാരായിട്ടുള്ള ചരിത്രകാരന്മാരല്ല, RSS ഹിസ്റ്റോറിയൻസ് അല്ല, നേരെ മറിച്ച് വിദേശത്ത് നിന്ന് ടിപ്പു സുൽത്താനെ പഠിച്ചിരിക്കുന്ന ആൾക്കാർ പറയുന്ന 8000 ക്ഷേത്രങ്ങളിലധികം നശിപ്പിച്ചിട്ടുള്ള ഒരാളിൻ്റെ 1-2 ക്ഷേത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കോർട്ട് അസ്ട്രോളജേഴ്സിൻ്റെ തൃപ്തിക്ക് വേണ്ടി അതിനെ സ്പെയർ ചെയ്തു എന്നതിൻ്റെ പേരിൽ അദ്ദേഹം ഒരു മതേതരനാവുന്നില്ല. അദ്ദേഹം മൽക്കാനിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ രാഹുൽ ഈശ്വർ അത് കോട്ട് ചെയ്തിരിക്കുന്ന മൽക്കാനിയെയാണ്. അല്ല, ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം RSSന്റെ കണ്ണിൽ കൂടി കാണുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞത് കളേർഡ് അല്ലാത്ത ഒരാൾ പറയുകയാണ്. ലൂയിസ് റൈസ് എന്ന് പറയുന്ന ആൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടറായിരുന്ന, ബ്രിട്ടനിലെ തന്നെ ഫോർമോസ്റ്റ് എപ്പിഗ്രാഫിസ്റ്റുകളിൽ ഒരാളായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്ന കാര്യത്തിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ മലബാർ മാനുവൽ, അതാരാണ്, വില്യം ലോഗൻ്റേതല്ലേ. അപ്പോൾ മലബാർ മാനുവൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നതൊന്നും തന്നെ RSS ഉണ്ടാകുന്നതിനൊക്കെ എത്രയോ മുമ്പുണ്ടായിരിക്കുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഐസ് നോക്കിയതിന് ശേഷം അവർ കണ്ടെത്തിയിരിക്കുന്ന കാര്യത്തിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ടോട്ടലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു അഭിപ്രായം. ആ അഭിപ്രായത്തിൽ 8000 ക്ഷേത്രങ്ങളെ നിങ്ങൾ നശിപ്പിച്ചതിന് ശേഷം ശ്രീരംഗപട്ടണം ക്ഷേത്രത്തിനെയോ അല്ലെങ്കിൽ മേലുകോട്ട് ക്ഷേത്രത്തിനെയോ മാത്രം സംരക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ടാണ് ആ ക്ഷേത്രങ്ങൾ സ്പെയർ ചെയ്യപ്പെട്ടത് എന്ന രീതിയിൽ ചിന്തിക്കുന്നത്. അപ്പോൾ ഹീറോയാണ് ടിപ്പു എന്നുള്ള കാര്യം താങ്കൾ അംഗീകരിക്കുന്നില്ല. രാഹുൽ ഇവിടെ ഹീറോയാക്കി തന്നെ, അതാണ് ഈ BJP പറയുന്നത് വെള്ള പൂശുന്നവർക്കുള്ള മുന്നറിയിപ്പാണിതെന്ന്, ടിപ്പു സുൽത്താനെ വെള്ള പൂശുന്നവർക്കുള്ള മുന്നറിയിപ്പാണെന്ന്. അപ്പോൾ ഇവിടെ രാഹുൽ അന്നേരവും ആവർത്തിക്കുകയാണ് ഹീറോ തന്നെയാണെന്ന്. അല്ലെ, ടിപ്പു സുൽത്താനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഈ മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. ഒറ്റ ഷെയ്ഡ് അല്ല, പല ഷെയ്ഡ്സ് ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമായിക്കോട്ടെ, രാജ്യത്തിൻ്റെ താല്പര്യമായിക്കോട്ടെ, എന്തായാലും അദ്ദേഹം ബ്രിട്ടീഷുകാരെ എതിർത്തു എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫാക്ട് ഓൺ റെക്കോർഡ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ അത് നമുക്കൊരു പക്ഷേ അധിനിവേശത്തിനെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് നിലകൊണ്ട ഒരാൾ എന്ന രീതിയിലത്തേക്ക് അദ്ദേഹത്തിൻ്റെ ആ നിലപാടിനോട് നമുക്ക് ചേർന്ന് നിൽക്കാം. പക്ഷേ അതേ അധിനിവേശം മറ്റു പല രാജ്യങ്ങളിലും കാണിച്ചു, അതായത് പല നാട്ടുരാജ്യങ്ങളിലും കാണിച്ചിരുന്ന, നമ്മുടെ തിരുവിതാംകൂർ വരെ കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്ന, അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തെ വിപുലമാക്കുന്നതിനും ബ്രിട്ടീഷുകാർ എങ്ങനെയാണോ ഇന്ത്യയോട് പെരുമാറിയത് അതേപോലെ മറ്റുള്ള നാട്ടുരാജ്യങ്ങളോട് പെരുമാറാനായിട്ട് ശ്രമിച്ചിരുന്ന ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. അദ്ദേഹം നിരവധി ക്ഷേത്രങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, നിരവധി ഷെയ്ഡ്സ് ഓഫ് ഗ്രേ ആണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്.
ശ്രീ പറഞ്ഞതൊക്കെ വളരെ കറക്റ്റ്. എനിക്ക് അതിനോട് സ്പിരിറ്റിൽ യോജിപ്പാണ്. ഞാൻ ഈ ലൂയിസ് റൈസ് വായിച്ചിട്ട് ഞാൻ തീർച്ചയായും റെഫർ ചെയ്യാം, സംശയമില്ല. പക്ഷെ ഇവിടുത്തെ പോയിന്റ് എന്താ? ഇപ്പൊ ഉദാഹരണം നമ്മുടെ പൊന്നിയൻ സെൽവൻ, നമ്മുടെ ചോള രാജാവാണ്. അദ്ദേഹത്തിന് ഒരു പേരുണ്ട്, കേരളാന്തകൻ. അതായത് ഈ ചേരന്മാരെ നശിപ്പിക്കുന്ന വ്യക്തി എന്നൊക്കെ അർത്ഥത്തിലാണ്. ഇപ്പം കേരളാന്തകൻ അന്ന് ശരിയാണ്, നമ്മുടെ കാന്തല്ലൂർ ശാല അടക്കം അവർ ആക്രമിച്ച് നശിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ശരിയാകാം, തെറ്റാകാം. ഇന്ന് അതിന്റെ പേര് അവരോട് ദേഷ്യം വെച്ചുകൊണ്ടിരുന്നതിന്റെ എന്താ കാര്യമുള്ളത്? ഇപ്പൊ നമ്മുടെ പൂജനീയ സർസംഘചാല ഗുരുജി, നമ്മുടെ മോഹൻ ഭഗവത്ജി തന്നെ പറയുകയുണ്ടായി, 2000 വർഷത്തോളം നമ്മൾ നമ്മുടെ പിന്നോക്കക്കാരോട് മൃഗങ്ങളെക്കാൾ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്തത്, ഞങ്ങൾ സവർണ ഹിന്ദുക്കൾ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്തതെന്ന്. അതിന്റെ പേര് നാളെ ഒരു പിന്നോക്ക സമൂഹത്തിലെ സഹോദരൻ എന്നോട് വന്ന് ദേഷ്യം തീർത്തതിന് അർത്ഥമുണ്ടോ? അവിടെയാണ് മഹാത്മാഗാന്ധി അംബേദ്കറെ കുറിച്ച് പറയുന്നത്, അംബേദ്കർ നമ്മുടെ തല തല്ലി പൊളിക്കാതിരിക്കുന്നത് തന്നെ അംബേദ്കറുടെ ഭാഗത്തു നിന്നുള്ള ആത്മനിയന്ത്രണമാണ്. അപ്പം പഴയതിന്റെ നന്മകൾ എടുത്ത് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്റെ മാത്രം നിലപാടല്ല. ശ്രീ രവിശങ്കറിനോട് ഈ വിഷയത്തിൽ നിലപാടുണ്ടായപ്പോൾ ശ്രീ രവിശങ്കറിനോടൊന്ന് നാഷണൽ മീഡിയ ചോദിച്ചു. ശ്രീ രവിശങ്കർ ബാംഗ്ലൂരുള്ള ആൾ കൂടിയാണ്. ശ്രീ രവിശങ്കർ പറഞ്ഞു, ടിപ്പുവിന് നല്ല വശമുണ്ട്, ടിപ്പുവിന് നല്ലതല്ലാത്തൊരു വശമുണ്ട്. ആ നല്ല വശങ്ങളെ നമുക്ക് ഒരുമിപ്പിച്ച് മുമ്പോട്ട് പോകാം. ടിപ്പുവിന്റെ ഭാഗത്ത് നിന്ന് നേരത്തെ ശ്രീത്ത് പറഞ്ഞതുപോലെ ഒരുപാട് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. എനിക്ക് തോന്നുന്നു അതൊരു തർക്ക വിഷയം പോലും ആവില്ല. അമ്പലങ്ങളുടെ പ്രശ്നമുണ്ട്, എനിക്ക് തോന്നുന്നു നിർബന്ധിത മതപരിവർത്തനം, അങ്ങനെ അദ്ദേഹത്തിന് ഈ മംഗലാപുരത്ത് നിന്നൊക്കെ ഒരുപാട് അലിഗേഷൻ ഉണ്ട്. ചിലത് എക്സാജറേറ്റഡ് ആണെന്ന് പറയുന്നു, അറിയില്ല. ഇനിയും ചില ആൾക്കാർ ബ്രിട്ടീഷുകാർ മനഃപൂർവ്വം ഒരു ഹിന്ദു മുസ്ലിം സ്പർദ്ധയ്ക്ക് വേണ്ടി ശ്രമിച്ചതാണ്. അതായത് പ്രത്യേകിച്ച് മുസ്ലിം രാജാവായ ടിപ്പു സുൽത്താനെ ദുർബലപ്പെടുത്താനായി ഒരു കോക്കസ് ഉണ്ടാക്കാൻ ശ്രമിച്ചതാണെന്നും അതുകൊണ്ടാണ് മൈസൂർ രാജകുടുംബത്തിന് ബ്രിട്ടീഷുകാർ തിരിച്ചു കൊടുത്തതെന്നും ടിപ്പുവിന്റെ മന്ത്രി പോലും അദ്ദേഹത്തെ ചതിച്ചു എന്നൊക്കെ കഥകളുണ്ട്. ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. പക്ഷെ നമ്മൾ ഇന്നലകളിലേക്ക് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കുന്ന വിഷയങ്ങളിൽ നന്മ കൊണ്ട് മുമ്പോട്ട് പോകുക എന്നല്ലാതെ വേറെ എന്താണ് വഴി? അവിടെയാണ് നമ്മൾ, എനിക്ക് തോന്നുന്നു, ഞാൻ ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. ഇവിടെ ഇറങ്ങാനുള്ള സമയമായി, നമുക്കിവിടെ മൂവ്മെന്റ് സമയമായി. ഇപ്പൊ ഇവിടെ ഇസ്രായേലിലും പാലസ്തീനിലാണെങ്കിൽ പോലും പരസ്പര യുദ്ധവും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. മുസ്ലിങ്ങളും ജൂതന്മാരും തമ്മിൽ പ്രശ്നവും കാര്യങ്ങളും ഉണ്ട്. ഉള്ളതിന്റെ നന്മകൾ എടുത്ത് ആ നന്മകളിൽ ബിൽഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നതല്ലേ നമുക്ക് വേണ്ടത്. ഇപ്പൊ അക്ബർ എന്ന് പറഞ്ഞാൽ ജലാലുദ്ദീൻ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി വളരെ സെക്കുലർന്നോ പ്ലൂറലിസ്റ്റ് എന്നോ ദിന്നില്ലാഹി ഉണ്ടാക്കിയതാണ്. അക്ബർ ആക്രമിച്ച് ഹിന്ദു രാജാക്കന്മാരെ കൊന്ന വിഷയങ്ങളില്ലേ, അക്ബറിന്റെ ഭാര്യ അടക്കമുള്ള പല കാര്യങ്ങളിലും അലിഗേഷനും മറ്റുണ്ട്. അത് പറയുന്ന പോലെ നമ്മൾ ചെയ്യില്ല. അപ്പം അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലല്ല എന്നുള്ള ഗ്രേഡ് ഷെയ്ഡിൽ നിൽക്കുന്നവരെ നമ്മൾ ആ രീതിയിൽ എടുത്ത് മുമ്പോട്ട് പോവുകയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. വേറെ എന്താ ചെയ്യാൻ പറ്റുക? ശ്രീ രാഹുൽ, ഒരു കാര്യമുണ്ട്. നമ്മള് ഇന്നലകളെ പറ്റിയൊക്കെ പറയുമ്പോൾ ഒരു പരിധിവരെ അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ചരിത്രം നമുക്ക് മറക്കാതിരിക്കാം എന്ന് പറയുന്ന ലെറ്റ്സ് ബി ഫോർഗെറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടിയുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രം, താങ്കൾ ഉൾപ്പെടെ ഇന്ത്യയിലുള്ള നിരവധി ആൾക്കാർ, കേരളത്തിലുള്ള നിരവധി ആൾക്കാർ വലിയ ഇഷ്ടത്തോടു കൂടി പ്രാർത്ഥിക്കുന്ന പോകുന്ന ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹം അവിടെ നിന്നെടുത്ത് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കൊണ്ട് എത്രയോ കാലം വെക്കേണ്ടി വന്നതാണ്. അപ്പോൾ അത്ര മതേതരനായിട്ടുള്ള സംരക്ഷകനായിട്ടുള്ള ഒരാളായിരുന്നുവെങ്കിൽ ഒരു ക്ഷേത്രത്തിലെ മൂർത്തി, ആരാധനാമൂർത്തി അവിടെ നിന്ന് രായ്ക്ക് രാമാനം കടത്തി അമ്പലപ്പുഴയിൽ കൊണ്ടുപോയി ഒരുപാട് കാലം സംരക്ഷിച്ചു വെക്കേണ്ടുന്ന ഒരു കാര്യം അവിടെ ഉണ്ടാകുമായിരുന്നില്ല. സമാനമായിട്ട് മലപ്പുറത്തെ തൃക്കാവ് ക്ഷേത്രം, ഈ തൃക്കാവ് ക്ഷേത്രം എന്ന് പറയുന്നത് ടിപ്പു സുൽത്താന്റെ മറ്റൊരു ബാറ്ററി ആയിരുന്നു. ഈ തൃക്കാവ് ക്ഷേത്രം എന്ന് പറയുന്നത് മറ്റൊരു ടിപ്പു സുൽത്താന്റെ ബാറ്ററി ആയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തികളെ നശിപ്പിച്ചതിന് ശേഷം ആയുധപ്പുരയാക്കി. എന്തോ എത്ര ക്ഷേത്രങ്ങളുണ്ട് ഇന്ത്യയിൽ? ഹിന്ദു അത് മതമല്ല, അധികാരത്തിന്റെ പ്രശ്നമാണ്. ഞാൻ പറയുന്നത് അധികാരത്തിന്റെ പ്രശ്നമാണ്. ഹിന്ദു രാജാക്കന്മാർ കൊള്ളയടിച്ച ഹിന്ദു ക്ഷേത്രങ്ങളില്ലേ? ഞാൻ പറഞ്ഞ അതെ പ്രശ്നം. ടിപ്പു സുൽത്താൻ മതമല്ല എന്ന് അതുകൊണ്ട് ഇഷ്ടംപോലെ രാജാക്കന്മാരുണ്ട്. അത് അല്ലല്ല, തരാതരം ഇതെങ്ങനെയാണ് മതമാകുന്നത് മതമല്ലാതാകുന്നത്? അല്ലല്ല, അവിടെ കെ സുരേന്ദ്രന്റെ താല്പര്യം ടിപ്പു സുൽത്താന്റെ ചർച്ച വർഗീയമാക്കുന്ന നിങ്ങളാണ്, ഞാനല്ല. ഞാൻ പറയുന്നത് ടിപ്പു സുൽത്താൻ സ്വാതന്ത്ര്യ സമര സേനാനി തന്നെയാണ്. ആ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ വർഗീയമാക്കുകയും ചെയ്യുന്ന നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി എടുത്തു മാറ്റിയിട്ട് അവിടെ അദ്ദേഹത്തിന്റെ ബാറ്ററി ആക്കിയിട്ടുണ്ടെങ്കിൽ അത് മതേതരമോ സ്വാതന്ത്ര്യ സമരമോ അല്ല. സാർ, ശ്രീ സി ആർ നീലകണ്ഠൻ, സ്വാതന്ത്ര്യ സമരത്തിൽ മതപരിവർത്തനത്തിന്റെ മഹാത്മാഗാന്ധി എത്ര പേരെ മതപരിവർത്തനം? മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിന്റെ പേരിൽ എത്ര മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിന്റെ പേരിൽ എത്ര പേരെ മതപരിവർത്തനം നടത്തി? അപ്പൊ മതപരിവർത്തനവും സ്വാതന്ത്ര്യ സമരവും തമ്മിൽ ബന്ധമൊന്നുമില്ല.
ടിപ്പു. മലബാർ കലാപം ടിപ്പുവിന്റെ സ്വാതന്ത്ര്യ സമരം 1921 മലബാർ കലാപം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമല്ല എന്ന് പറയുന്നതിന്റെ കാരണം അന്ന് അവർ ബ്രിട്ടീഷുകാരെയാണ് എതിർത്തിരുന്നത് എങ്കിലും അതിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളായിട്ടുള്ള മതപരിവർത്തനവും അന്യമത വിദ്വേഷവും ക്ഷേത്രങ്ങളെയും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ്. അപ്പൊ ടിപ്പു സുൽത്താൻ ഈ 8000 വർഗീയതയാണോ ഭരണമാണ്? ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്ത ആളുകളാണ്. താങ്കൾ തരാതരം പറയരുത്. ടിപ്പു സുൽത്താൻ 8000 ക്ഷേത്രങ്ങളെ ആക്രമിച്ചിരിക്കുന്നത് മതേതര സ്വാതന്ത്ര്യ സമരമാണെന്നുള്ള അഭിപ്രായം നടക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ BJP അവിടെ ഉയർത്തുന്ന വിഷയം എന്ന് പറയുന്നത് ടിപ്പുവിനെ വെള്ളപൂശാൻ വരുന്നവർക്കുള്ള മറുപടി എന്ന രീതിയിലാണ്. അതാണ് ഇവിടെ ശ്രീജിത്തും പറഞ്ഞത്. സിആർ മറുപടി, സിആർ സമയം തരാം. സിആർ മറുപടി, സിആർ മറുപടി. അതാണ് രാഷ്ട്രീയം, അവരുടെ രാഷ്ട്രീയമാണ്. നമ്മൾ എതിർക്കുന്നത് അതിനെ തന്നെയാണ്. സാർ ഒരു സെക്കൻഡ്, ഒരു വരി ഒരു വരി പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. കാര്യം എനിക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. കാര്യം ഇവിടെ നിന്ന് മാറേണ്ടി വരും. ഒറ്റ വരി മാത്രം. ടിപ്പു സുൽത്താൻ മതേതരനാണെന്നൊന്നും ആർക്കും അഭിപ്രായമില്ല. ടിപ്പുവിന് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇതേ ഗുരുവായൂരടക്കമുള്ള നമ്മുടെ പരിശുദ്ധമായ അമ്പലങ്ങളിൽ, എന്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ തൊഴാൻ പോയതാണ്, നമ്മുടെ ആചാര്യൻ ഭാരതകേസരി മന്നത്വനാഭൻ അടക്കം സവർണജാഥ നയിച്ചിട്ട് മഹാത്മാഗാന്ധി വന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ പിന്നോക്കക്കാർക്ക് പ്രവേശനം പറ്റി ലഭിക്കുന്നത്. തെറ്റുകൾ നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ എന്ന് പറഞ്ഞാൽ വിശാല ഹിന്ദു സമൂഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പം പരസ്പരം തെറ്റുകൾ മറന്നും പരസ്പരം പുറത്തും ചരിത്രത്തിന്റെ മുറിവുകൾ ഉണക്കി കെ സുരേന്ദ്രന്റെ വാദം അനവസരത്തിലോ എന്നുള്ളതായിരുന്നു പ്രൈം ഡിബേറ്റിലെ ചോദ്യം. അതേ എന്ന് 70% പ്രേക്ഷകർ, അല്ല എന്ന് 27%, നിഷ്പക്ഷം 3% പ്രേക്ഷകർ. പ്രൈം ഡിബേറ്റ് അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.